الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്ന കിതാബ് ഏതാണ്? ഏതാണ് കിതാബ്? അറിയില്ലേ? ഏതാ? ഉംദത്തുൽ അഹ്കാം. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന അധ്യായം ഏതാണ്? ഫറാസ് നോക്കുന്നുണ്ടോ? അങ്ങനെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹദീസുകളെ കിതാബൊക്കെ എടുത്തു വെച്ച് അടുത്തതിന് ഇന്നിതായിരിക്കും പഠിക്കുക എന്നൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങളൊക്കെ അങ്ങനെ പഠിക്കേണ്ടവരാണ്, ബാക്കിയുള്ള ആൾക്കാരെ പോരല്ല. അതിനല്ലേ ഈ മത്തിന് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യണം. പറ്റുമെങ്കിൽ എടുക്കാൻ പോകുന്ന ഹദീസുകൾ ഏതാണ്, അത് പ്രിന്റഡ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എഴുതിയിട്ടാണെങ്കിൽ അങ്ങനെ. ഹദീസാകെ 2 വരി ഉണ്ടാവുള്ളൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാബുൽ മുറൂരി ബൈന യദൈൽ മുസല്ലി. നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താക്കീതുകളും വിലക്കുകളൊക്കെ പ്രതിപാദിക്കുന്ന ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അധ്യായമാണ് ഇത്. കഴിഞ്ഞ അധ്യായം നമ്മൾ ഏതാ പഠിച്ചത്? കഴിഞ്ഞത് ബാബു സുജൂദി സഹവ്. നിസ്കാരത്തിൽ വല്ലതും മറന്നുപോയാൽ അത് പരിഹരിക്കാനായി ശറഇൽ നിശ്ചയിക്കപ്പെട്ട 2 സുജൂദുകളുണ്ട്. അത് സലാം വീട്ടിയതിന് മുമ്പാണോ ശേഷമാണോ, എപ്പോഴാണ് അത് നിർവഹിക്കേണ്ടത്, എപ്പോഴാണ് സുജൂദ് സഹവ് അനിവാര്യമാകുന്നത്, എപ്പോൾ അത് ആവശ്യമില്ല, പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. അപ്പം അതിനുശേഷം നമ്മൾ പഠിക്കുന്ന അധ്യായമാണ് ബാബുൽ മുറൂരി ബൈന യദയിൽ മുസല്ലി. നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന കാര്യം. അൽ മുറൂർ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്ത് പോകുക. മറ യമുറു മുറൂർ, കടന്നു പോകുക. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അധ്യായം. നമുക്കറിയാം, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് നമ്മൾ ഉള്ളത്. നിസ്കരിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. മിൻ ഖിബലി വജ്ഹിഹി എന്നുണ്ട്. അല്ലാഹു 7 ആകാശത്തിന് മുകളിലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നുണ്ട്. അപ്പോൾ നിസ്കാരം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട, അല്ലാഹു തആല വലിയ വില കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. നിസ്കരിക്കുന്നവൻ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്തിലാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള സംസാരത്തിലാണ്, രഹസ്യ സംസാരത്തിലാണ്. അള്ളാഹുവിനോടാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാകുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹു തആല അതിൽ മറുപടി പറയുന്നുണ്ട്. ഹമിദനി റബ്ബി, നമ്മൾ നേരത്തെ അത് കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ മജ്ജദനി റബ്ബി അസ്ന അലൈ അബ്ദി, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. മാലികി യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മജ്ജദനി അബ്ദി എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അള്ളാഹുവും അടിമയും തമ്മിലുള്ള മുനാജാത്താണ്, അത് രഹസ്യ സംഭാഷണമാണ്. അങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കെ അയാളുടെ മുന്നിലൂടെ നടന്നു പോകുക എന്ന് പറയുന്നത് വലിയ അക്രമമാണ്. ദീനുൽ ഇസ്ലാം അതിനെ വൻ പാപമായിട്ടാണ് കാണുന്നത്. ഒരാൾ നിസ്കരിക്കുന്നു, റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണ് അയാൾ ഉള്ളത്. അതിലൂടെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോകുക എന്നുള്ളത് വളരെ കടുത്ത തെറ്റായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള താക്കീതുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ അറിയാതെ പോലും ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഖേദകരമാണ്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീരെ ഗൗനിക്കുകയില്ല. അവർ നിസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെയൊക്കെ ചിലപ്പോൾ ഒന്നും നോക്കാതെ നടന്നു പോകും. പ്രത്യേകിച്ചും വലിയ സദസ്സുകൾ ഉണ്ടാകുന്ന സ്ഥലമാകുമ്പോൾ. മസ്ജിദുൽ ഹറമിലൊക്കെ ചില പണ്ഡിതന്മാർ ചെറിയ ഒഴിവൊഴിവ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും, എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അത്യാവശ്യം പോലും ഇല്ലാത്ത സമയത്ത്, അഥവാ തിരക്കൊന്നുമില്ല എങ്കിൽ പോലും ചില ആളുകൾ മനഃപൂർവ്വം അങ്ങനെയൊക്കെ നടന്നു പോകുന്നത് കാണാം. അവർക്കതിന് വേറെ വഴികളുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളുടെ ഗൗരവം മനസ്സിലാക്കാത്തതിന്റെ കുറവാണിത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ദീനിന്റെ വിഷയങ്ങൾ എത്ര കണ്ട് നമ്മൾ പഠിക്കുന്നില്ലയോ അത്രയും നമുക്ക് അല്ലാഹു തആലയെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ കുറവ് വരും.
എത്ര കണ്ട് നമ്മൾ ഹദീസുകളും ആയത്തുകളും അതിൻ്റെ ആശയങ്ങളും ഉൾക്കൊള്ളുന്നുവോ അത്രയും ആ മേഖലയിലൊക്കെ നമുക്ക് അല്ലാഹു തആലയെ സൂക്ഷിക്കാൻ സാധിക്കും. ശരി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ് ഒന്നാമത്തേത് അൻ അബി ജുഹൈമിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി മാദാ അലൈഹി മിനൽ ഇസ്ം ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമറ ബൈന യദൈഹി ഖാല അബു നദർ ലാ അദ്രി ഖാല 40 യൗമൻ ഔ ശഹ്റൻ ഔ സന. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിലുള്ള ഹദീസുകളൊക്കെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെയാണ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? അബൂ ജുഹൈം അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുൽ മാറു, നടക്കുന്നവൻ അറിഞ്ഞിരുന്നെങ്കിൽ, മാർ എന്ന് പറഞ്ഞാൽ നടക്കുന്നവൻ അറിഞ്ഞിരുന്നെങ്കിൽ, എവിടെ നടക്കുന്നവൻ? ബൈന യദയിൽ മുസല്ലി, നിസ്കരിക്കുന്ന ഒരുവന്റെ മുന്നിലൂടെ. ബൈന യദൈ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയിന്റെ ഇടയിൽ നിന്നാണ്, അഥവാ മുന്നിൽ നിന്നാണ് അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം. അപ്പോൾ ഒരാളുടെ മുന്നിലൂടെ, നിസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നെങ്കിൽ, മാദാ അലൈഹി, എന്താണ് അവനുള്ളത് എന്നുള്ളത്. മിനൽ ഇസ്മ എന്ന് ഈ ഹദീസിൽ കൊടുത്തിട്ടുള്ളത് പണ്ഡിതന്മാർ അത് പറയുന്നു. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നും അത് ഉദ്ധരിച്ചിട്ടില്ല. ഇമാം ബുഖാരി മുസ്ലിമും അത് ഉദ്ധരിച്ചിട്ടില്ല. അത് വേറെ ചില റിവായത്തിൽ വന്നിട്ടുള്ളതാണ്. ആ റിവായത്തിൽ വന്നതാകട്ടെ പണ്ഡിതന്മാർ പറയുന്നത് അത് മുദ്റജത്താണ്, അഥവാ ഇടയിലുള്ള റാവിമാരാരെങ്കിലും ഉൾപ്പെടുത്തിയതായിരിക്കാം. അത്ര കൃത്യമായിട്ടാണ്, സൂക്ഷ്മമായിട്ടാണ് പണ്ഡിതന്മാർ, ഹദീസിൽ ഒരു വാക്കധികം വന്നാൽ അത് അവർ പിടിക്കും. അതിനാണ് മുദ്റജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുഖ്ഹമത്ത്, ജായിദത്തായി വന്നത് എന്ന് പറയും. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും, കിട്ടിയത് നേരെ അവർ ഇങ്ങോട്ട് എടുക്കുന്നതല്ല. അപ്പൊ അത് മുദ്റജത്താണ് എന്നവർ കൃത്യമായി പറഞ്ഞു, അഥവാ ഹദീസിൽ ഇല്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. അർത്ഥം ശരിയാണല്ലോ, അതുകൊണ്ട് കിടക്കട്ടെ എന്നവർ പണ്ഡിതന്മാരത് പറയില്ല. കാരണം മാദാ അലൈഹി, എന്താണ് അവനുള്ളത്? മിനൽ ഇസ്മി, പാപം, എന്തു പാപമാണ് അവനുള്ളത് എന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ട് പറഞ്ഞു ലകാന അൻ യഖിഫ 40, അവന് 40 എന്നേ പറഞ്ഞിട്ടുള്ളൂ, 40 അവൻ നിൽക്കലാണ്, ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി, അവൻ അതിലൂടെ കടന്നു പോകുന്നതിനേക്കാളും. റാവിൽ ഹദീസ്, ഹദീസിന്റെ റിവായത്ത് ചെയ്ത അബു നദർ പറയുന്നുണ്ട്, ലാ അദ്രി, എനിക്കറിയില്ല, ഖാല 40 യൗമൻ ഔ ശഹ്റൻ ഔ സന, 40 വർഷം എന്നാണോ അതല്ല 40 മാസം എന്നാണോ അതല്ല 40 ദിവസം എന്നാണോ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പണ്ഡിതന്മാർ പറയുന്നു അവിടെ ഒന്നും പറയാതിരിക്കുക എന്നുള്ളത് എന്തെങ്കിലും പറയുന്നതിനേക്കാളും കടുത്ത രീതിയിലാണ് പറഞ്ഞത്. 40 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ചിലപ്പോൾ വർഷം കൂടി ആയിക്കൊള്ളുന്നില്ല, അതിനേക്കാളും കടുത്തതാണ്. അത് എത്രയും ആകട്ടെ, 40 നൂറ്റാണ്ടാകട്ടെ, എത്രയും ആകട്ടെ, 40 എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയത് അത് എന്തെങ്കിലുമൊക്കെ ഒരു അതത് എണ്ണം പറയുന്നതിനേക്കാളും കടുത്ത ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ നിസ്കരിക്കുന്നതിന് മുന്നിലൂടെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്ര ദൂരം അതിനുണ്ട്. ഇപ്പൊ ഈ മസ്ജിദിൽ ഒരാൾ എൻ്റെ ഏറ്റവും ബാക്കിലത്തെ സഫിൽ നിസ്കരിക്കുന്നു. അപ്പോൾ അയാളുടെ മുന്നിലൂടെ ഒരിക്കലും എവിടെയും നടക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് വലിയ പ്രയാസമായി തീരും. ഒരു വലിയൊരു ഹാളുള്ള മസ്ജിദിൽ ഒരാൾ ഏറ്റവും പുറകെ പോയി നിസ്കരിച്ചാൽ നമുക്ക് പിന്നെ ആ ഭാഗത്തേക്കൂടി പോകാൻ പറ്റില്ല. വരുന്ന ആളുകളൊക്കെ അങ്ങനെ കടന്നിട്ട് അപ്പുറത്തേക്ക് പോകേണ്ടി വരും. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ പ്രധാനമായും ചില അഭിപ്രായങ്ങളേ ഉള്ളൂ. അഥവാ അതിലൊന്ന് ചിലർ പറഞ്ഞു അത് സലാസത്തു അദ്റു ആണ്, അഥവാ 3 മുഴമാണ് എന്നുള്ളത്. ഒരാൾ നിന്ന് കഴിഞ്ഞാൽ 3 മുഴം എത്രയുണ്ടാകും അത്ര മാത്രം ബൈന യദൈഹി ആയിട്ട് കണ്ടാൽ മതി, അയാളുടെ മുന്നിലുള്ള സ്ഥലമായിട്ട് കണ്ടാൽ മതി. അഥവാ ബാക്കിലത്തെ സഫിൽ ഒരാൾ നിസ്കരിച്ചാൽ ആ നിൽക്കുന്ന കാല് മുതൽ 3 മുഴം എത്ര ഉണ്ടാകും അത്ര മാത്രമേ അയാളുടെ നിസ്കാരത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടതുള്ളൂ എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ചിലർ പണ്ഡിതന്മാർ പറഞ്ഞു മാ ബൈന യദൈഹി ഉർഫൻ, പൊതുവെ നാട്ടിൽ ഒരാൾ നിസ്കാരത്തിന് എത്രയാണ് സ്ഥലമായിട്ട് എടുക്കുക അത്ര എടുത്താൽ മതി. അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് 3 മുഴത്തിന്റെ കുറച്ച് കൂടാനോ കുറയാനോ ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ കൂട്ടത്തിൽ ഏറ്റവും ശരിയോടടുത്ത ഒരു ഖൗലായിട്ട് പറയുന്നത് മാ ബൈനഹു വ ബൈന മഹല്ലി സുജൂദിഹി, അവന്റെയും അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിന്റെയും ഇടയിൽ എന്നാണ്. അപ്പൊ അവിടെ പറഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം, അവിടെ നമ്മുടെ ഏകദേശം സുജൂദ് ചെയ്യുന്നതിന്റെ അത്രയും സ്ഥലമാണ് നമ്മുടെ ഈ 2 സഫുകൾക്കിടയിലുള്ള ഈ വരകളൊക്കെ കാണുന്നത്. അപ്പൊ ഒരാൾ ആ പുറകിൽ നിന്നാൽ അതിന്റെ തൊട്ടു മുമ്പിൽ ഒരു വരയുണ്ട്, അതിനിടയിലായിട്ട് നിങ്ങൾ നടന്നു പോകാൻ പാടില്ല. അതാണ് ഈ താക്കീതൊക്കെ വന്നിട്ടുള്ളത് ആ വിഷയത്തിലാണ് എന്നതാണ് പറയുന്നത്. അതല്ലാതെ ഒരാൾ അങ്ങനെ നിന്നാൽ നമുക്ക് തീരെ എവിടെയും പോകാൻ പറ്റൂല എന്നല്ല, മറിച്ച് സുജൂദ് ചെയ്യുന്ന അത്രയും നമ്മൾ കണക്കാക്കുക. അതിനൊരാൾക്ക് സൂക്ഷ്മതക്ക് 3 മുഴം കണക്കാക്കണമെങ്കിൽ ഏകദേശം അതിനേക്കാൾ അല്പം മാത്രമേ കൂടുകയുള്ളൂ. കാരണം സലാസത്തു അദ്റു എന്ന് പറയുന്നത് പൊതുവെ ഒരു വ്യക്തിയും അയാളുടെ സുത്രയും തമ്മിലുള്ള
ഡിസ്റ്റൻസ് ആയിട്ട്, ദൂരമായിട്ട് കണക്കാക്കപ്പെട്ടതാണ് ഹദീസുകളിലൊക്കെ. അപ്പോൾ അതിനേക്കാളും ചിലപ്പോൾ ഒരല്പം കൂടിയേക്കാം. അപ്പൊ അത്ര ആണ് നമുക്ക് അയാൾക്ക് മുന്നിൽ നടന്നു പോകാൻ പാടില്ലാത്തത്. ഇതെല്ലാം പറഞ്ഞത് ഒരാൾ സുത്ര വെക്കാതെ നിസ്കരിച്ചാലുള്ള അവസ്ഥയാണ്. ഒരാൾ ഒരു സുത്ര വെച്ചാലോ, സുത്രയാണ് അതിന്റെ അളവ്. ഒരാളൊരു സുത്ര വെച്ചിട്ടുണ്ട്, അത് ചിലപ്പോൾ ഈ സുജൂദ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഇപ്പുറത്തേക്ക് അയാൾ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ ആ സുത്രയുടെ മുന്നിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, മുന്നിലൂടെ പോകാം. അതിനിടയിലൂടെ പിന്നീട് നമ്മൾ പോകാൻ പാടില്ല. അതാണ് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനി സുന്നത്താകട്ടെ ഫർളാകട്ടെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കാരണം ബൈന യദയിൽ മുസല്ലി എന്ന് നിരുപാധികമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഫർള് നിസ്കാരത്തിനാകട്ടെ സുന്നത്ത് നിസ്കാരത്തിനാകട്ടെ, ഇനി അതേപോലെ ഇമാമിനാകട്ടെ എന്നാൽ മുൻഫരിദിനല്ല, ഇമാമിനാകട്ടെ മുൻഫരിദിനാകട്ടെ എന്നാൽ മഅ്മൂമിനല്ല. ആരാണ് ഇമാം? ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമിന്റെ മുന്നിലൂടെ കടന്നു പോകാൻ പാടില്ല. മുൻഫരിദ് ആരാണ്? ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തി, അയാളുടെ മുന്നിലും കടന്നു പോകാൻ പാടില്ല. എന്നാൽ മഅ്മൂമിന്റെ മുന്നിൽ കടന്നു പോകാം. ഇമാമിന് സുത്രയുണ്ട് എങ്കിൽ മഅ്മൂമിന്റെ മുന്നിലൂടെ കടന്നു പോകാം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസാണ് അവസാനം വരുന്നത്. അത് നമ്മളവിടെ പറയും. അത് ചുരുക്കി പറഞ്ഞാൽ ഫർദിനും സുന്നത്തിനും ഇമാമിനും മുൻഫരിദിനും ഒക്കെ ആരുടെ മുന്നിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ കടന്നു പോകാൻ പാടില്ല. കാരണം അങ്ങനെ കടന്നു പോകൽ അതിന്റെ കുറ്റം വലുതാണ്. അതിന്റെ കുറ്റം എന്ന് പറയുന്ന അയാൾക്ക് ഇപ്പോൾ ഒരു 40 വർഷമൊന്നും എടുക്കണ്ട. ഒരാള് 10 മിനിറ്റ് വരെ നിസ്കരിക്കാൻ ആവുമെന്ന് വിചാരിക്കുക. ആ 10 മിനിറ്റ് അയാൾ നിൽക്കലാണ് അയാൾക്ക് നല്ലത്. 10 മിനിറ്റ് നിൽക്കണം. കാരണം 40 പറഞ്ഞ ഒരുപാടുണ്ട്. ഒരു 10 മിനിറ്റ് എന്ന് വിചാരിക്കുക, ആളുകൾ അത്രയും ക്ഷമ ഉണ്ടാവുകയില്ല. കാരണം അവൻ അതിലൂടെ അവന് കിട്ടാൻ പോകുന്ന പാപത്തിന്റെ ഗൗരവം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ 10 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് അവൻ അവിടെ തന്നെ ക്ഷമയോടെ നിൽക്കും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു അർജന്റൊന്നും ഉണ്ടാവില്ല ആളുകൾക്ക്. ഒരാളിങ്ങനെ വാതിലിന്റെ അടുത്തുനിന്നോ മറ്റോ ഒക്കെ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, ഒരു അവസാനം വന്ന ഒരാൾ എന്നുള്ള നിലക്ക്. ഇയാൾക്ക് വേണമെങ്കിൽ കുറച്ചു നേരം കാത്തിക്കാം, അതല്ല എങ്കിൽ ഇയാളുടെ മുന്നിലൂടെ പോകാം. അപ്പോൾ ഈ ഹദീസ് ആലോചിക്കണം. എനിക്ക് 40 അത് എത്രയെന്ന് പറഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ ആഴ്ചയാകാം, ചിലപ്പോൾ മാസങ്ങളാകാം, ചിലപ്പോൾ വർഷങ്ങളാകാം, ചിലപ്പോൾ നൂറ്റാണ്ടുകളാകാം. എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് കാത്തു നിൽക്കലാണ് ഇതിലൂടെ കടന്നു പോകുന്നതിനേക്കാളും നല്ലത്. എനിക്ക് അവിടെ വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുപോലെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന കാര്യം അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ സലാം വീട്ടുന്നത് വരെ അവൻ കാത്തു നിൽക്കേണ്ടതുണ്ട് എന്നതാണ് കാര്യമായ പാഠം. ഇനി ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസിൽ നിന്നും പറഞ്ഞിട്ടുള്ള ഫവായിദുകളാണ്. ഒന്ന് ഹുർമത്തുൽ മുസല്ലി വ വുജൂബു മുറാഅത്തിഹ, നിസ്കരിക്കുന്നവന്റെ പവിത്രത. അത് നമ്മൾ പരിഗണിക്കേണ്ട കാര്യം ഇതിൽ പറഞ്ഞു. നിസ്കരിക്കുന്നവന് പവിത്രതയുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവൻ അല്ലാഹു തആലയുമായിട്ട് സംസാരിക്കുന്നവനാണ്. അവൻ മറ്റാരുടെയോ മുന്നിൽ നിൽക്കുന്ന ഒരാളെ പോലെ അല്ല. രണ്ടാൾ വർത്താനം പറയുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ പോകുന്നത് ഒരു മര്യാദകേടായിട്ടേ പരിഗണിക്കുകയുള്ളൂ. രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിലൂടെ നടന്നു പോകുന്ന ആൾ എന്താണ് നമ്മൾ പറയുക? അത് മര്യാദകേടാണ്, യാതൊരു സംശയവുമില്ല. രണ്ടാളുകൾ വർത്താനം പറയുന്ന കാര്യത്തിന്റെ ഇടയിൽ നമ്മൾ അതിന്റെ ഇടയിലൂടെ നടന്നു പോകുക. ആ പറയുന്ന രണ്ടാളിൽ ഒരാൾ കുറച്ച് വലിയ പ്രമാണിയായ ഒരാളാണെങ്കിലോ അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പോകുന്നത് എത്ര വലിയ അദബുകേടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുന്ന ഒരുവന്റെ മുന്നിലൂടെ പോകുക എന്നുള്ളത് വലിയ മര്യാദകേടാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് തഹ്രീമുൽ ഉദ്വാനി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിനോട് അക്രമം ചെയ്യൽ ഹറാമാണ്. സവാഉൻ കാന ദാലിക മിമ്മ യുഖില്ലു ബിദീനിഹി ഔല, അവന്റെ ദീനിന് കോട്ടം വരുന്ന കാര്യമാകട്ടെ അല്ലാത്തതാകട്ടെ ഒരു മുസ്ലിമിനോട് ഒരു തരത്തിലുള്ള അക്രമവും പാടില്ല. ഇവിടെ ചെയ്യുന്ന അങ്ങനെ ഒരു അക്രമമാണ് അവന്റെ മുന്നിലൂടെ നടന്നു പോകുക എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഫായിദ അന്നഹു ലാ യഹ്റുമുൽ മുറൂറു ഫൗക യദയിൽ മുസല്ലി, കാരണം മാ ബൈനൽ യദയിൽ മുസല്ലിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് യഹ്റും ഹറാമാകുന്നത്. അതുകൊണ്ട് ഫൗക യദയിൽ മുസല്ലി, മുസല്ലിയുടെ ആ മുന്നിൽ, അതിന്റെ അളവ് നമ്മൾ പറഞ്ഞു സുജൂദ് വരെയുള്ള കാര്യം, അതിനപ്പുറത്തേക്ക് ഒരാൾ കടന്നു പോകുന്നതിന് ഹറാമല്ല. കാരണം ഹദീസിൽ മാ ബൈന യദയിൽ മുസല്ലി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വെറുതെ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ നിസ്കരിക്കുന്നവന്റെ എവിടെയും എന്ന് പറയാതെ നിന്നിട്ടില്ല. മറിച്ച് മാ ബൈന യദയിൽ മുസല്ലി എന്ന് പറഞ്ഞതിനാൽ അതിനപ്പുറത്തേക്ക് നടന്നു പോകുന്നത് ഹറാമല്ല എന്ന കാര്യം. അതേപോലെ അന്നൽ മുറൂറ ബൈന യദയിൽ മുസല്ലി മിൻ കബാഇരി ദുനൂബ്, അത് വൻ പാപത്തിൽ പെട്ടതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു ലിഖൗലിഹി മാദാ അലൈഹി മിനൽ ഇസ്മ, ചില റിവായത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വന്നതുപോലെ ഇൻ സഹദ്, അത് ശരിയാണെങ്കിൽ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മുദ്രജാണ്, സഹാബിയുടെ വാക്കാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്നു ഔ ഇദാ ഉബ്ഹിം, ഇനി അത് വ്യക്തമാക്കി പറയാതെ മാദാ അലൈഹി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹു അശദ്, അത് കടുത്തതാണ്. കാരണം മാദാ അലൈഹി എന്ന് മാത്രം പറഞ്ഞ എന്താണ്, എത്ര വലിയ പാപമാണ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് കടുത്ത വൻ പാപമാണ് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഭാഷാപരമായ ഒരു കാര്യം അഥവാ ജവാസുൽ മുബാലഗ, അതിശയോക്തിയുള്ള വാക്കുകൾ
പറയൽ അനുവദനീയമാണ്, അത് കളവായിട്ടൊന്നും പരിഗണിക്കുകയില്ല എന്നാണ്. കാരണം ലക്കാന യഖിഫ 40 ഷഹ്റ, അത് സനതൻ, അല്ലെങ്കിൽ ചില റിവായത്തിൽ ഖരീഫൻ എന്നൊക്കെ വന്നിട്ടുണ്ട്. അഥവാ 40 വർഷം എന്ന് പറഞ്ഞാൽ അതൊരു തീർച്ചയായിട്ടും അതൊരു മുബാലകത്ത് തന്നെയാണ്. കാരണം ആരും 40 വർഷം നിസ്കരിക്കില്ല. ഒരാൾക്ക് 40 വർഷം നിസ്കരിക്കാൻ സാധിക്കും, അയാൾ മരിച്ചു ഇല്ല. അപ്പൊ അങ്ങനെ പറയൽ അത് അനുവദനീയമാണ്. അത് മുബാലകത്ത്, അതിശയോക്തി കൂടിയ അളവിലും പറയും, ചില സമയത്ത് കുറഞ്ഞ അളവിലും പറയും. അങ്ങനെ രണ്ടും പറയാറുണ്ട്. ഇപ്പോ അതിന്റെ ഫായിദ എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ മുബാലകത്തായിട്ട് അതിശയോക്തിയിൽ കാര്യം പറഞ്ഞാൽ അതിന് മഫ്ഹൂമില്ല എന്നാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഫ്ഹൂമില്ല എന്ന് പറഞ്ഞാൽ അതിന് നേരെ എതിരർത്ഥം, അങ്ങനെ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ഒരു ഹദീസ് പറഞ്ഞാൽ മനസ്സിലാകും. ഒരു ഹദീസിലുണ്ട്, മൻ ഇഖ്തതഅ ശിബ്റൻ മിനൽ അർളി ദുൽമൻ, ആരെങ്കിലും ഒരു ഷിബർ, ഒരു ചാണ് ഭൂമി അന്യായമായി കവർന്നെടുത്തു എങ്കിൽ തവ്വഖല്ലാഹു ഇയ്യാഹു യൗമൽ ഖിയാമ മിൻ 7 അർളീൻ, 7 ഭൂമികൾ അവനെ ചുറ്റും അള്ളാഹു തആല നാളെ കറക്കുമെന്നാണ്. നാളെ ശിക്ഷയായിക്കൊണ്ട് അങ്ങനെ അവന് ശിക്ഷ ഉണ്ടാകുമെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആരെങ്കിലും ഒരു ഷിബറിന്റെ താഴെ എടുത്താൽ കുറ്റമില്ല എന്നല്ല. അതാണ് അതിന്റെ മഫ്ഹൂമില്ല എന്ന് പറഞ്ഞാൽ. മനഖ്തത ഷിബറൻ എന്ന് പറഞ്ഞാൽ, ഒരു ചാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചാണില്ലാത്ത, അതിനെ കുറച്ച് കുറവ് ഭൂമി ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ ഇല്ല എന്നതിനർത്ഥം ഇല്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഇനി ഇവിടെ 40 ആണെങ്കിൽ 40-ൽ കുറവായാൽ കുറ്റമില്ല എന്നർത്ഥം അവിടെ വരികയില്ല. അതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഉള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ ഉപയോഗിക്കാറുണ്ട്. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ വമിസ്ലഹു മഅഹു ലിയഫ്തദൂ ബിഹി, കാഫിറുകളായ ആളുകൾ ഭൂമിയിലുള്ള മുഴുവനും അവർ പ്രായശ്ചിത്തമായി നൽകിയാലും മതിയാവുകയില്ല എന്നൊക്കെ. ഭൂമിയിലുള്ളത് ഒരാൾക്കും മുഴുവനായിട്ട് നൽകാനൊന്നും സാധിക്കുകയില്ല. അപ്പൊ ആ രൂപത്തിലുള്ള അതിശയോക്തിയുള്ള മുബാലകത്തിന്റെ വാക്കുകൾ അത് ഉപയോഗിക്കാറുണ്ട്. ആ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നൽകാനാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്നാണ്, അന്ന ളാഹിറുഹു അൽ ഉമൂമു ഫി തഹ്രീമിൽ മുറൂരി ബൈന യദൈൽ മുസല്ലി സവാഉൻ കാന നാഫിലതൻ ഔ ഫരീള. അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ പോകുക എന്നുള്ളത് അത് ഹറാമായ കാര്യമാണ്. അത് ഇമാമിൻ്റെതാകട്ടെ മഅ്മൂമിൻ്റെതാകട്ടെ മുൻഫരിദിൻ്റെതാകട്ടെ. എന്നാൽ മഅ്മൂമിൻ്റേത് അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയും. ഇനി ഇവിടെ ലാഹിറായിട്ടുള്ള ഹദീസിലെ ബാഹ്യാർത്ഥത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഒരു തരത്തിലും പോകാൻ പാടില്ല എന്ന് തന്നെയാണുള്ളത്. നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ ഒരു നിലക്കും ഒരു സമയത്തും പോകാൻ പാടില്ല എന്ന് തന്നെയാണ് ബാഹ്യമായ അർത്ഥം ഉള്ളത്. എന്നാൽ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ കാന മിനൽ മുസല്ലി ഉദ്വാൻ, അഥവാ ഇതിന് മുന്നിലൂടെ നടന്നു പോകൽ ഒരു ഉദ്വാനാണ്, ഒരു അക്രമമാണ്, പാടില്ലാത്ത തെറ്റാണ്. എന്നാൽ നിസ്കരിക്കുന്ന അവനാണ് ഒരു ഉദ്വാൻ, ഒരു അക്രമം ചെയ്തത് എന്ന് വിചാരിക്കുകയെങ്കിൽ ഫലാ ഹുർമത ലഹു, അവന് പവിത്രത ഇല്ല എന്നാണ്. എന്താണ്? ഏതുപോലെ ഒരാൾ ഇവിടെയുള്ള ആളുകളൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിസ്കാരം കഴിയാൻ പോകുന്ന സമയത്ത് പോയിട്ട് ആ വാതിലിന്റെ അടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്, ആരും പോണ്ട. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ദീർഘമായി അവിടെ സുന്നത്ത് നിസ്കരിക്കുകയാണ്. അയാൾ വിചാരിക്കുന്ന ആരും ഇവിടെ കടത്തി വരണ്ട, ഞാൻ അങ്ങനെ നിസ്കരിക്കും, കാരണം 40 നിൽക്കുമല്ലോ. അയാൾ ചെയ്യുന്ന ഒരു അക്രമമാണ്. കാരണം ആളുകൾക്ക് പോകുന്ന വഴി നിസ്കരിക്കാൻ പാടില്ല. അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. അല്ല, ഒരു ദറൂറത്തിന്റെ ഘട്ടത്തിലൊന്നുമല്ല. അയാൾ അങ്ങനെ നിസ്കാരം ബാക്കിയായി പോയ ഒരാളല്ല, മസ്ബൂക്കായിട്ട്. ഇത് ഇയാൾ അങ്ങനെ നിസ്കരിക്കണം. അല്ലെങ്കിൽ മത്താഫിൽ ഒരാൾ നിസ്കരിക്കുന്നു. ഇപ്പൊ ഹറമിൽ മത്താഫിൽ ആളുകൾക്ക് തവാഫ് ചെയ്യണം. ആകെ അവിടെ തവാഫ് നടക്കാത്ത സമയം എപ്പോഴാണ്? 5 നേരത്തെ ഫർള് നിസ്കാരം നടക്കുമ്പോഴാണ്, അല്ലെ? അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഒരാൾ അവിടെ തന്നെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റൊന്നും അങ്ങനെ സുന്നത്ത് നിസ്കരിക്കുകയാണ്. കുറെ നേരം സുജൂദിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അവിടെയുള്ള പോലീസുകാരെ പിടിച്ചു കൊണ്ടുപോകും. പണ്ഡിതന്മാർ പറയുന്നു അതിൽ യാതൊരു തെറ്റുമില്ല. ചില ആളുകൾക്ക് അവരോട് വലിയ ദേഷ്യമൊക്കെ തോന്നും. എന്താണ് നിസ്കരിക്കുന്ന ആളൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നതാണെന്നില്ലേ, എത്ര വലിയ അക്രമമാണ് കാണുന്നത്. അവരങ്ങനെ വെറുതെ അക്രമം ചെയ്യുന്നതല്ല, അത് ശറയിൽ അനുവദനീയമുള്ള കാര്യമാണ്. ആളുകളെ വഴിമുടക്കുന്ന ഇത്തരം ഘട്ടങ്ങളിൽ, അഥവാ നിസ്കരിക്കുന്നവന്റെ ജഹ്ല് കാരണം, വിവരക്കേട് കാരണം, അല്ലെങ്കിൽ അവൻ മനഃപൂർവ്വം ചെയ്യുന്ന ഇത്തരം എഴുതുവാൻ, ഇത്തരം അക്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവനെ ആ ഭാഗത്തു നിന്നും നീക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. ചില ആളുകൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ പോയി നിസ്കരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ വഴി അവിടെ ബ്ലോക്കായാൽ വലിയ തിരക്ക് വരും, വലിയ പ്രശ്നങ്ങൾ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് മുകളിൽ ഓർഡർ കിട്ടും, നേരെ അവിടെയൊക്കെ പിടിച്ച് മാറ്റണം എന്നുള്ളത്. അതുകൊണ്ട് നിസ്കരിക്കുന്ന ആൾക്ക് അപ്പൊ തന്നെ പിടിച്ച് സൈഡിലേക്ക് മാറ്റും. അപ്പൊ ചില ആളുകൾ എത്രയും വിടൂല. ചില ആളുകൾ ഭയങ്കര വാശിയിൽ തന്നെ നിൽക്കും. അവർ നിസ്കാരം കൈ ഇളക്കിയാൽ അവർ വീണ്ടും കൈ കെട്ടി അവരോട് വാശി കാണിക്കും. അത് വിവരമില്ലാത്തതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ നിസ്കരിക്കുന്ന അവന്റെ ഭാഗത്തുനിന്ന് വല്ല അക്രമം അല്ല, അവൻ ഭാഗത്തുനിന്ന് വല്ല വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവന് പവിത്രത ഇല്ല എന്ന് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ നടന്നു പോകാൻ ഉപയോഗിക്കുന്ന വഴിയിലൊന്നും അങ്ങനെ നിസ്കരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ആളുകൾ ആ വഴി മുടക്കുക, ഒരു വഴിയിൽ പോയി മുസല്ലയിട്ട് ഒരാൾ നിസ്കരിച്ചാൽ
അത് അയാളുടെ മുന്നിലൂടെ ആൾക്ക് നടന്നു പോകാം. കാരണം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കുഴപ്പമാണ് അത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ശരി, അടുത്ത ഹദീസ്. وعن أبي سعيد الخدري رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول إذا صلى أحدكم إلى شيء يستره من الناس فأراد أحد أن يجتاز بين يديه فليدفعه فإن أبى فليقاتله فإنما هو شيطان. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസ്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? റിവായത്ത് ചെയ്യുന്നത് അബൂ സഈദ് അൽ ഖുദരിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനൻ നാസ്, ജനങ്ങളിൽ നിന്ന് മറക്കാൻ ഉപയോഗിക്കുന്ന ഒരു സുത്രയും വെച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി, അവന്റെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകാൻ ഉദ്ദേശിച്ചാൽ ഫല്യദ്ഫഉഹു, നിങ്ങൾ അയാളെ ചെറുത്ത് നിർത്തിക്കൊള്ളട്ടെ, കടന്നു പോകാൻ അനുവദിക്കാൻ പാടില്ല. നമ്മളൊരു സൂത്രമൊക്കെ വെച്ച് നിസ്കരിക്കുകയാണ്, അപ്പൊ അതിന്റെ ഇടയിലൂടെ ഒരാൾ നടന്നു പോകാൻ വന്നാൽ ഫല്യദ്ഫഉഹു, അവനെ അവിടെ തടഞ്ഞു നിർത്തിക്കൊള്ളട്ടെ. ഫഇൻ അബ, അവനല്ല, അവൻ ആ ചെറിയൊരു ചെറുത്ത് നിൽപ്പിനെ ഒന്നും അവൻ കൂട്ടാക്കുന്നില്ല, വിസമ്മതിച്ചിട്ട് വീണ്ടും വരാൻ നിൽക്കുകയാണെങ്കിൽ ഫല്യുഖാതിൽഹു, അവനോട് മൽപ്പിടുത്തം നടത്തിക്കൊള്ളട്ടെ, നല്ല ശക്തിയിൽ തന്നെ അവന് തടുത്തുകൊള്ളട്ടെ. ഫഇന്നമാ ഹുവ ശൈത്താൻ, തീർച്ചയായും അത് പിശാചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാൾ സുത്ര സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ സുത്രയുടെ അളവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മുഖിറത്ത് റഹൽ, ഒരു ഒട്ടകത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ കുതിരയുടെ ഒക്കെ മേലെ ഇരിക്കുന്ന അതിന്റെ സാഡിലുണ്ട്, അത് ഇരിപ്പിടമുണ്ട്, അതിന്റെ പുറകിലൊരു വലിപ്പമുണ്ട്. അത് ചിത്രം കണ്ടാലോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടാലോ മനസ്സിലാകുക. അതിന് മുന്നിലും ബാക്കിലുമായിട്ട് ഒരു കുറച്ച് ഹൈറ്റിലാണ് ഉണ്ടാവുക, ഒരാളുടെ ഇരുത്തം അവിടെ നന്നാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പുറകിലുള്ള ഹൈറ്റിനാണ് മുഖിറത്തുർ റഹൽ എന്ന് പറയുന്നത്. അതിന്റെ നീളം ഏകദേശം കണക്ക് കൂട്ടിയാൽ ഒരു മുഴത്തിൽ നിന്നും ഒരു ചാണ് കുറയും, ഏകദേശം ഒരു മുഴത്തിൽ നിന്ന് ഒരു ചാണ് കുറയും, അത്രയായിരിക്കും ഏകദേശം അത് ഉണ്ടാവുക എന്ന് കാണാം. അതൊരു കൃത്യമായ കണക്കല്ല, കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഓരോ വാഹനത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറയാം. ഒരല്പം നീളമുള്ള കാര്യം തന്നെ ആയിരിക്കണം എന്ത് വെക്കേണ്ടത്, അത് സുത്രയായിട്ട് വെക്കേണ്ടത്. ഇനി അതൊരാൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, അങ്ങനെ വലിയ സുത്ര കിട്ടിയിട്ടില്ല എങ്കിൽ അതിനേക്കാളും ചെറിയൊരു സുത്ര വെച്ചിട്ട് അയാൾക്ക് അത് സുത്രയാണെന്ന് അറിയിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാം. കാരണം ചില റിവായത്തിൽ അത് ദുർബലത ഉണ്ട് എന്ന് പറയുന്നു. ഫൈൻ ലം യജിദ് ഫല്യഖുത്ത ഖത്തൻ, അവനത് കിട്ടിയിട്ടില്ലെങ്കിൽ അവനൊരു വര വരച്ചു കൊള്ളട്ടെ എന്ന് ചില റിവായത്തിലുണ്ട് എന്ന് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ പറയുന്നു. അദ്ദേഹം അതിൽ ദുർബലത പറയുന്നില്ല, എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ അതിൽ ദുർബലത പറഞ്ഞിട്ടുണ്ട്. അഥവാ അങ്ങനെ ഒരു വരയെങ്കിലും വരച്ചിട്ട് നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ ഒരു സുത്ര വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നിസ്കരിച്ചാൽ അതിനിടയിലൂടെ ഒരാൾ നടന്നു പോകാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ തടഞ്ഞു നിർത്തണം, അയാളെ പോകാൻ അനുവദിക്കാൻ പാടില്ല. ഇനി അയാൾ അതിനെ ചെറുത്ത് നിർത്തി അയാൾ വീണ്ടും വരികയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫല്യുഖാതിൽഹു, അയാളോട് മൽപ്പിടുത്തം നടത്തണം. ഇവിടെ കാത്തല എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന അർത്ഥമല്ല, അല്ലെങ്കിൽ അയാളെ അടിച്ചു വീഴ്ത്തണം എന്നുള്ള അർത്ഥവുമല്ല, മറിച്ച് കുറച്ചുകൂടി ശക്തിയായിട്ട് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കാത്ത രൂപത്തിൽ, നമ്മൾ നിസ്കാരക്കാടെ മാറ്റി വെച്ചിട്ട് അയാളായിട്ട് തല്ലുകൂടാനല്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ നിസ്കാരത്തിന്റെ കോട്ടം വരാതിരിക്കാനാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ നിസ്കാരമാണ് മാറ്റി വെച്ചിട്ട് ഇയാളുമായിട്ട് അടികൂടലല്ല അവിടെ ഉദ്ദേശം. പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നിസ്കാരത്തെ ബാധിക്കാത്ത രൂപത്തിൽ കുറച്ചും കൂടി ശക്തിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ തടയണം. നമ്മൾ ശരിക്കും തടയുന്നുണ്ട് എന്ന് അയാൾക്ക് തോന്നണം. അല്ല നമ്മൾ വെറുതെ ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് കൈവച്ചാൽ ചിലപ്പോൾ ചില ആൾ വീണ്ടും വരാൻ നിൽക്കും. അപ്പൊ ശരിക്കും തന്നെ പിടിച്ച് അയാളൊന്ന് അങ്ങോട്ടേക്ക് നീക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അയാൾ കടന്നു പോകാൻ അനുവദിക്കാൻ പാടില്ല. അവിടെയും പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് ആർക്കേ അനുവാദമുള്ളൂ? നേരത്തെ പറഞ്ഞതുപോലെ ഉദ്വാനൊന്നും ചെയ്യാതെ നിസ്കരിക്കുന്ന ആൾക്ക്, ഈ മത്താഫിലൊക്കെ പോയി എന്നിട്ട് വരുന്ന ആളൊക്കെ ഇങ്ങനെ ചെറുത്ത് നിർത്താൻ നിൽക്കരുത്. അല്ലെങ്കിൽ വഴിയിൽ പോയി നിസ്കരിച്ചിട്ട് വരുന്ന ആളൊക്കെ ഇങ്ങനെ ചെറുത്ത് നിന്നാൽ നിസ്കാരം മുഴുവൻ ഇതന്നെ ഉണ്ടാവുള്ളൂ. കാരണം ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ഹറമിലൊക്കെ പോയി നിസ്കരിക്കുന്ന സമയത്ത് അത് നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇതന്നെ ആയിരിക്കും പണി. കാരണം അവിടെ ചില ഭാഗത്തൊക്കെ ആളുകൾ ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആളുകൾ നടക്കാത്തൊരു ഭാഗം തെരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ആളുകളോട് അടികൂടണമെന്ന ആദ്യ ഉദ്ദേശത്തിലല്ല നമ്മൾ കൈയിട്ടുന്നത്, മറിച്ച് നമ്മൾ അള്ളാഹുവിനോട് നല്ല ഖുശൂഅോടെ നിസ്കരിക്കാനാണ് നിൽക്കുന്നത്. അപ്പൊ അതിനൊരു കോട്ടം വരാതിരിക്കാനാണ് ഇതിങ്ങനെ തടുത്താൻ പോലും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവന്റെ ഈ നടന്നു പോക്കൊക്കെ നമ്മുടെ നിസ്കാരത്തിന്റെ പ്രതിഫലം കുറക്കും. കാരണം നമ്മുടെ ഖുശൂ കുറയും, നമ്മുടെ ശ്രദ്ധ പോകും. ആളുകൾ അതിന് മുന്നിലൂടെ പോയാൽ നമ്മുടെ ശ്രദ്ധയിലൊക്കെ
വലിയ കുറവുകൾ വരും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ ചെറുത്ത് നിൽത്തുക. അതൊരിക്കലും എന്തല്ല, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, വലൈസൽ മുറാദു ബി ഫൽയുഖാതിൽഹു ബിസ്സിലാഹ്, ആയുധം കൊണ്ട് എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഖാത്തല യുഖാത്തിലു ആയുധം കൊണ്ട് ചെയ്യും, യുദ്ധം ചെയ്യും. പ്രത്യേകിച്ചും അറബികളുടെ ചില ഗോത്രക്കാരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ ഉണ്ടാകും, അവരുടെ ആചാരപ്രകാരം തന്നെ. അത് സുന്നത്തുമാണ്, അതങ്ങനെ അവർ അത് വെക്കും. അപ്പോൾ ആരെങ്കിലും വന്ന വാളൂരിയിട്ട് അങ്ങനെയല്ല, മറിച്ച് കൈകൊണ്ട് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഫഇന്നമാ ഹുവ ശൈത്താൻ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതൊരു ശൈത്താനാണ്. അയാൾ ശൈത്താനാണ് എന്നതിന് അർത്ഥമില്ല. കാരണം അത് ചില ഇതിൽ വന്നിട്ടുള്ളത് അയാൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പിശാജാണ് എന്നാണ് അർത്ഥം. കാരണം പിശാജ് യഥാർത്ഥത്തിൽ പിശാജ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഉണ്ടാവും, ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ടാകും, മൃഗങ്ങളുടെ കൂട്ടത്തിലും പിശാജ് ഉണ്ടാകും. ഇപ്പൊ കറുത്ത നായക്കൾ അത് വരുന്നുണ്ട്. കറുത്ത നായ എന്ന് പറയുന്നത് മൃഗങ്ങളുടെ കൂട്ടത്തില് പിശാജാണ്. യഥാർത്ഥത്തിൽ പിശാജ് തന്നെ കൂലം മാറി വരണമെന്നില്ല, മൃഗങ്ങളുടെ കൂട്ടത്തിൽ പിശാചുക്കളുണ്ട്. അതുപോലെ മനുഷ്യന്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന പിശാജാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെയല്ല, അത് അയാളുടെ ഒപ്പം ഒരു പിശാജ് ഉണ്ടാകും, ആ പിശാജായിരിക്കും ഇയാളെ ഈ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. എന്തു തന്നെ ആയാലും നമുക്ക് അയാളെ തടുത്തു നിർത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അയാൾ അതിനെ അനുവദിക്കാൻ പാടില്ല. ഇത് ആളുകളെ പൊതുവെ പഠിപ്പിക്കേണ്ട കാര്യമാണ്. പല ആളുകളും ഇത് ശ്രദ്ധിക്കാറില്ല, രണ്ട് രൂപത്തിൽ ശ്രദ്ധിക്കാറില്ല. ചില ആളുകൾ നിസ്കരിക്കുന്നത് തന്നെ ശ്രദ്ധിക്കുകയില്ല, കാരണം സുത്ര ഇല്ലാതെ എവിടെയെങ്കിലൊക്കെ പോയിട്ടാണ് നിസ്കരിക്കുക. പല ആളുകളെയും നമ്മൾ കാണും, ഏതെങ്കിലുമൊക്കെ മസ്ജിദിൽ പോയാൽ പലരും നിസ്കരിക്കുന്ന ഏറ്റവും മുന്നിൽ വന്ന് നിസ്കരിക്കുന്നത് എനിക്ക് യോജിക്കുകയില്ല എന്നൊക്കെ തോന്നുന്നത് പോലെയാണ്. പല സാധാരണക്കാരായ ആളുകളും, ഞാനിപ്പോൾ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ വന്നാലും ശരി, ഇനി അതല്ല ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നിസ്കരിക്കാനൊക്കെ വന്നാലും ശരി, ഫസ്റ്റ് സഫിലൊക്കെ ഞാൻ പോയി നിസ്കരിക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ ഒരു, ഞാനതിനൊന്നും ആളല്ല, അതൊരു കുറച്ചിൽ പോലെയാണ്. ഇത് കുറച്ചിലിന്റെ കാര്യമല്ല, ഇത് സുത്രയുള്ളിടത്താണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. പലരും അത് പറഞ്ഞാൽ പോലും അവര് നേരെ പോയാൽ മസ്ജിദിന്റെ ഏറ്റവും ബാക്കിലുള്ള സഫ്, അത് ഏറ്റവും അഫ്ളലായ സഫ് പോലെയാണ്, അവിടെ പോയി നിന്നിട്ടായിരിക്കും നിസ്കരിക്കുക. യാതൊരു സുത്രയും ഉണ്ടാവുകയില്ല. അപ്പൊ ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കാണുന്ന സമയത്ത് സുത്രയുടെ ഹദീസ് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസല്ലി ഇലാ ഗൈരി സുത്രയിലേക്ക് അല്ലാതെ നിങ്ങൾ നിസ്കരിക്കരുത്, നിസ്കരിക്കുമ്പോൾ സുത്രയോട് അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. രണ്ടാമത് ഈ കടന്നു പോകുന്ന ആളുകളാണ്, അഥവാ അവർ ഇതിൽ അലംഭാവം കാണിക്കുന്ന ആളുകളാണ്. അഥവാ ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടാലും അതിന് മുന്നിലൂടെ ചില ആളുകൾ ശ്രദ്ധിക്കാതെയൊക്കെ നടന്നു പോകും. അതും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ അത് അവർക്ക് ചെറുതിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കണം. വലിയ ആളുകൾക്ക് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും ചെറിയ കുട്ടികൾക്കും അത് ചെറുതിലേ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് നമ്മളതിനെ നിസ്സാരമാക്കാൻ പാടില്ല. ചെറിയ കുട്ടികളാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിസ്കരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ നടന്നു പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഈ ഹദീസിൽ നിന്നുള്ള ഫവായിദ്, ഒന്ന്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, സുത്ര സ്വീകരിക്കൽ വാജിബല്ല എന്നീ ഹദീസിലുണ്ട്, നിർബന്ധമില്ല. ഒരാൾ സുത്ര സ്വീകരിച്ചിട്ടില്ല അയാൾക്ക് കുറ്റം കിട്ടുകയില്ല. എന്താണ് അദ്ദേഹം അത് പറയാനുള്ള കാര്യമായിട്ടുള്ളത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പറഞ്ഞത്? ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനന്നാസ്, നിങ്ങളിൽ ഒരാൾ സുത്രയിലായിക്കൊണ്ട് നിസ്കരിച്ചാൽ, അഥവാ ഒരാൾക്ക് സുത്രയിലല്ലാതെ നിസ്കരിക്കാം എന്ന് അതിൽ നിന്ന് കിട്ടുമെന്നാണ്. കാരണം നിങ്ങൾ ഒരാൾ സുത്രയിലായി നിസ്കരിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. സുത്ര ഇല്ലാതെ നിസ്കരിച്ചാലുള്ള കാര്യം അത് വേറെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരാൾക്ക് അത് രണ്ടുമാകാം. അതുകൊണ്ട് സുത്രയിലേക്ക് നിസ്കരിക്കൽ വാജിബല്ല, മുസ്തഹബാണ്. വേറെയും തെളിവുണ്ട്, അടുത്ത ഹദീസ് വരുന്നുണ്ട് വാജിബല്ല എന്ന് പറയും. നമ്മൾ വാജിബല്ല എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യമില്ല എന്നൊന്നും നമ്മൾ ഒരിക്കലും ധരിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ഫിഖ്ഹിന്റെയും അല്ലെങ്കിൽ അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ വാജിബാണെന്ന് മനസ്സിലാക്കി, ഇനി അത് മാറി അതല്ല വാജിബില്ല മുസ്തഹബാണെന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ അർത്ഥം അതിനത് വേണ്ടതില്ല എന്നല്ല. അങ്ങനെ വിചാരിക്കരുത്. ചില ആളുകളത് ഹറാമല്ല കറാഹത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഗൗനിക്കുകയില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വാജിബല്ല മുസ്തഹബാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ചെയ്യേണ്ടതില്ല എന്നല്ല. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം എന്നാണ്. അതുകൊണ്ട് സഹാബത്തിനെ കുറിച്ച് പറയപ്പെടുന്നത് അവരോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൽപ്പിച്ചാൽ അവരത് വാജിബാണോ മുസ്തഹബാണോ എന്ന് ചോദിക്കാറില്ല എന്നാണ്. അവർ എവിടെയും ഒരു ചോദ്യം കാണാൻ പറ്റൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാൽ അത് വാജിബാണോ അതല്ല മുസ്തഹബാണോ എന്നൊന്നും അവർ ചോദിക്കുകയില്ല. അവരോടൊരു കാര്യം കൽപ്പിച്ചാൽ അവരത് ചെയ്യും. അത് ഫർളാണോ സുന്നത്താണോ എന്നില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്ര അവർ ചെയ്യും. പിന്നീട് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പിന്നെ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നത്. വല്ല കാരണം വാജിബായ കാര്യം ഉപേക്ഷിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യണം, എന്നാൽ മുസ്തഹബായ കാര്യം ഉപേക്ഷിച്ചാൽ വല്ല പ്രായശ്ചിത്തം വേണ്ട, തൗബ വേണ്ടതില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു കാര്യം ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ഹറാമിനുള്ളതാണോ അല്ല കറാഹത്താണോ എന്നില്ല. ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അതിന് ഹറാമായാലേ ഞാൻ ഒഴിവാക്കൂ, കറാഹത്തായ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല.
അവിടെയും അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിന്തിക്കാം, അത് ഹറാമാണ് ഞാൻ ചെയ്തത് എങ്കിൽ എനിക്ക് തൗബ ചെയ്യേണ്ടതുണ്ട്, പ്രായശ്ചിത്തമുണ്ട് എങ്കിൽ അത് അന്വേഷിച്ച് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കറാഹത്താണെങ്കിൽ അതൊന്നും വരികയില്ല, കാരണം അതിന് അസലിൽ കുറ്റമുണ്ടാവുകയില്ല. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുത്ര വാജിബില്ല എന്ന് പറഞ്ഞാൽ നാളെ മുതലൊക്കെ നിസ്കരിക്കുമ്പോൾ എല്ലാവരും എവിടെയെങ്കിലൊക്കെ നിസ്കരിച്ച് സുത്രമൊന്നുമില്ലാതെ നിസ്കരിക്കണം എന്നല്ല. മറിച്ച് പണ്ഡിതന്മാരത് പറയുന്നത് അവർക്ക് കിട്ടിയ തെളിവുകൾ നോക്കുമ്പോൾ അങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്നുകൊണ്ടാണ്. അതിലും എളുപ്പമുള്ളൊരു കൗല് പറഞ്ഞു തരിക എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇത് ഇവിടെ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സുത്ര വാജിബല്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, മറിച്ച് മുസ്തഹബാണ് എന്നാണ്. ഇനി രണ്ടാമത്തെ ഫായിദ ജവാസുൽ അമലിൽ യസീർ ലി ഇസ്ലാഹി സ്വലാ. നിസ്കാരം നന്നാക്കുന്നതിന് വേണ്ടി നിസ്കാരത്തിന്റെ പുറത്തുള്ള ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യൽ അനുവദനീയമാണ്. ബൽ ഇസ്തിഹബാബുഹു, നിസ്കാരം നന്നാക്കാനാണെങ്കിൽ അത് മുസ്തഹബാണ്. കാരണം എവിടുന്നാണ് ആ തെളിവ് കിട്ടിയത്? ലിഖൗലിഹി ഫല്യദ്ഫഉഹു, നിസ്കരിക്കുന്ന സമയത്ത് അവനെ ചെറുത്തുകൊള്ളാൻ പറഞ്ഞു. ചെറുത്തുകൊള്ളൽ നിസ്കാരത്തിന്റെ ഭാഗമല്ല, മറിച്ച് നിസ്കാരത്തിന്റെ മസ്ലഹത്തിന്റെ ഭാഗമാണ്. നിസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൈകൊണ്ട് ചെറുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അനക്കങ്ങൾ അനുവദിക്കപ്പെടും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് പറയാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് അദ്ദേഹം എവിടെയെല്ലാം പറയുന്നു അവിടെയൊക്കെ അത് ആവർത്തിക്കാറുണ്ട്. വൽഹറകത്തു ഫിസ്സലാത്തി ഖംസത്തു അഖ്സാമിൻ, നിസ്കാരത്തിലുള്ള ചലനങ്ങൾ അഥവാ ഉദ്ദേശിക്കുന്നത് ഖാരിജു മിനസ്സലാം, നിസ്കാരത്തിന്റെ പുറത്തുള്ള, അത് 5 രൂപത്തിലാണ്. ഫതജ്രി ഫീഹാ അൽ അഹ്കാമുൽ ഖംസ, ശറഇലുള്ള 5 വിധികളുണ്ട്. അഥവാ വാജിബ്, മുസ്തഹബ്, മുബാഹ് അല്ലെങ്കിൽ മൻദൂബ് എന്ന് പറയുന്നു, പിന്നെ മക്രൂഹ്, മുഹറം. ഈ 5 വിധികളും ഈ നിസ്കാരത്തിന്റെ ഈ അനക്കങ്ങൾക്കുണ്ട്. അത് നിസ്കാരത്തിന് സാധാരണ നിസ്കാരത്തിന് അനക്കങ്ങളല്ലാത്ത നിസ്കാരങ്ങൾ. എന്താണ് വാജിബായിട്ടുള്ള കാര്യം? വാജിബായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അയാൾ ആദ്യം നിസ്കരിച്ചത് ഖിബിലയിലേക്കല്ല, നേരെ പുറകിലോട്ടോ അല്ലെങ്കിൽ ഇടത്തോ വലത്തോ ഒക്കെയാണ്. പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങൾ നിസ്കാരം ഖിബില തെറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അയാൾ തിരിഞ്ഞു മാറുക എന്നുള്ളത് അത് നിർബന്ധമാണ്. കാരണം അയാൾ അങ്ങനെ തന്നെ തുടർന്നാൽ പിന്നീട് അയാൾ നിസ്കാരം ബാത്തിലായി പോകും. അയാൾ ഉടനെ തന്നെ തിരിഞ്ഞു മാറേണ്ടതുണ്ട്. ഇത് സഹാബത്തിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഖിബില മാറ്റം സംഭവിച്ചത് ഖിബിലത്തൈനിയിൽ, മസ്ജിദ് ഖിബിലത്തൈനിയിൽ മസ്ജിദ് ഖുബയിൽ സംഭവിച്ച ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ബൈനന്നാസു ബി ഖുബ ഫി സ്വലാത്തി സുബ്ഹ്, ജനങ്ങൾ സുബ്ഹ് നിസ്കാരം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മദീനയിലുള്ള മസ്ജിദ് ഖുബയിൽ. ഇദ് ജാഅഹും ആത്തിൻ, ഒരാൾ വന്നു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉൻസില അലൈഹി ലൈല ഖുർആൻ ഇന്നലെ രാത്രി ഇറങ്ങിയിട്ടുണ്ട്. വഖദ് ഉമിറ അൻ യസ്തഖ്ബിലൽ കഅബ ഫസ്തഖ്ബിലൂഹ, കഅബയിലേക്ക് തിരിയാനാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് തിരിയുക. വകാനത് വുജൂഹുഹും ഇല ഷാം, അതിന് നേരെ എതിരായിക്കൊണ്ട് ഷാമിലേക്കായിരുന്നു, അഥവാ മസ്ജിദുൽ അഖ്സയിലേക്കായിരുന്നു അവർ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്തദാറു ഇലൽ കഅബ, നേരെ തിരിഞ്ഞിട്ട് കഅബയിലേക്ക് അവർ മാറി. അത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ നിർബന്ധമാണ്. അപ്പൊ ചില കാര്യങ്ങൾ മാറ്റൽ നിർബന്ധമായി ചെയ്യേണ്ട പ്രവർത്തനം ഉണ്ടാവും. വേറെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശരീരത്തിൽ നിന്ന് അയച്ചു മാറ്റാൻ പറ്റാവുന്ന ഒരു വസ്ത്രത്തിൽ നജസുണ്ട് എന്നൊരാൾക്ക് നിസ്കാരത്തിൽ ബോധ്യപ്പെട്ടാൽ അത് അയച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള അനക്കങ്ങൾ വാജിബായ അനക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെരുപ്പിൽ ഇതേപോലെയുള്ള ഒരു മാലിന്യമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞപ്പോൾ നിസ്കാരത്തിന് ചെരുപ്പ് രണ്ടും ഹുഫ രണ്ടും ഊരി മാറ്റി. ഹുഫ ഊരി മാറ്റണമെങ്കിൽ കുറച്ച് പണി എന്തായാലും ഉണ്ട്, അത് അവിടുന്ന് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാനുള്ള കാരണം അത് വാജിബാണ്. കാരണം നജസുള്ള വസ്ത്രം ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് അയച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ നിസ്കാരത്തിൽ തന്നെ അയച്ചു മാറ്റണം. അയച്ചു മാറ്റാൻ പറ്റാത്ത വസ്ത്രമാണെങ്കിലോ മെയിനായിട്ട് ധരിച്ച വസ്ത്രമാണെങ്കിലോ നമ്മൾ നിസ്കാരം കൈയിളക്കി പോകേണ്ടി വരും. എന്നിട്ട് ബാക്കി അത് നീക്കം ചെയ്തിട്ട് നിസ്കരിക്കേണ്ടി വരും. അപ്പോൾ നിർബന്ധമായും നീക്കേണ്ട കാര്യമുണ്ട്. ഇനി അതേപോലെ നിസ്കാരത്തിലുള്ള അനക്കങ്ങൾ, ഹറാമായ അനക്കങ്ങളുണ്ട്. ഏതാണ് ഹറാമായ അനക്കങ്ങൾ? ഒരാള് ഒരാവശ്യവുമില്ലാതെ അനാവശ്യമായിട്ട് ഇടക്കിടക്കേ അനക്കിക്കൊണ്ടേയിരിക്കുക. യാതൊരു ദറൂറത്തുമില്ല. അധികരിച്ച അനക്കങ്ങൾ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, അഥവാ വലിയ അനക്കങ്ങൾ അതിങ്ങനെ തുടരെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ഇങ്ങനെ ചൊറിയുന്നു, കാല് ചൊറിയുന്നു, ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു അല്പമായ നിസ്കാരം ഉടനെ ബാത്തിലാവും. ആ അനക്കങ്ങൾ മുഹറമാണ്. അതങ്ങനെ പ്രത്യേകം പറഞ്ഞ് തുടരെ ചെയ്യണം. ഇപ്പൊ ഒരാൾ ഒന്നിങ്ങനെ അനക്കി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ആക്കിയാൽ അത് നിസ്കാരം ബാത്തിലാവുകയല്ല, കറാഹത്തായി വരും. എന്നാൽ ഒരാൾ തുടരെ തന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചൊറിയുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കണം. യാതൊരു ദറൂറത്തും ഇല്ലാതെയാണ് എങ്കിൽ അത് നിസ്കാരം ബാത്തിലായി പോകും. അത് അൽ ഹറക്കത്തുൽ മുഹറമയിലാണ് പെടുക. ഇനി സുന്നത്തായ ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിന് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കുറ്റമൊന്നുമില്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഏതുപോലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാള് മുന്നിലുള്ള സഫിൽ ഒഴിവുണ്ട്,
അവിടെയാണ് എങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചേർന്നിട്ട് അത് പൂർത്തിയാക്കാൻ മുന്നിലുള്ള ആൾക്ക് കഴിയും. പക്ഷേ ഒരാൾ പുറകിൽ നിന്നും നേരെ കയറി വരികയാണ്. അത് ചില സമയത്ത് അവിടെ വാജിബാകുന്ന സന്ദർഭങ്ങളുണ്ട്. അയാൾ ഒറ്റക്കാണ് എങ്കിൽ മുന്നിൽ ഒരു സഫ് ഒഴിവ് വന്നാൽ അയാൾ നിർബന്ധമായും വരണം. ഇനി അതല്ല അയാളുടെ കൂടെ ഒപ്പം ആളുണ്ട് എങ്കിൽ അയാൾക്ക് അത്രയും വലിയ അനക്കം നിർബന്ധമില്ല. അത് എന്നാൽ ജായിസാണ് എന്നുള്ളത്, മൻദൂബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ കറാഹത്തായ അനക്കങ്ങളുണ്ട്. ചെറിയ ചെറിയ അനക്കങ്ങളാണെങ്കിൽ അത് കറാഹത്താണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മുൻപും വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നിസ്കാരത്തിന് പുറത്തുള്ള അനക്കങ്ങളുണ്ട്. അപ്പം നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് ജായിസ്, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. മറ്റൊരു ഫായിദ അദ്ദേഹം പറഞ്ഞു, അത്തഹദീറു മിൻ മുശാബഹത്തി ശൈത്താൻ, പിശാചിനോട് സാദൃശ്യപ്പെടുന്നതിനെ കരുതിയിരിക്കുക. കാരണം ഫഇന്നമാ ഹുവ ശൈത്താൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ ആളുകൾ യഥാർത്ഥത്തിൽ പിശാചിന്റെ പണിയാണ് എടുക്കൽ. കാരണം പിശാചിന്റെ പണിയിൽപ്പെട്ടതാണ് നിസ്കരിക്കുന്നവന്റെ മുന്നിൽ വന്ന് വസ്വാസ് ഉണ്ടാക്കി നിസ്കാരക്കാരനെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു പണിയാണ് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കുന്നവനും ചെയ്യുന്നത്. അല്ലാഹു തആല പറഞ്ഞതാണെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിശാചുമായി സാദൃശ്യപ്പെടുന്ന ഒരു പണിയും നമ്മൾ എടുക്കാൻ പാടില്ല. അതിൽപ്പെട്ടതാണ് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ പോകുക എന്നുള്ളത്. ബയാനു ഹുർമത്തുൽ മുസല്ലി കഴിഞ്ഞ ഹദീസിൽ വന്ന ഫായിദ തന്നെയാണ് നിസ്കരിക്കുന്നവന്റെ പവിത്രത. അതുകൊണ്ടാണ് അവന് ചെറുത്ത് നിർത്താനുമൊക്കെ, അതുകൊണ്ടാണ് അവന്റെ മുന്നിലൂടെ നടക്കൽ ഹറാമായത്. അതുപോലെ അവന്റെ മുന്നിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനോട് മൽപ്പിടുത്തം നടത്തുന്ന പരിധിയിൽ വരെ അവനെ ചെറുക്കാൻ അനുവാദം ഒക്കെ ദീനിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹദീസ് عن عبد الله بن عباس رضي الله عنهما أنه قال أقبلت راكبا على حمار أتان وأنا يومئذ قد ناهزت الاحتلام ورسول الله صلى الله عليه وسلم يصلي بالناس بمنى إلى غير جدار فمررت بين يدي بعض الصف فنزلت وأرسلت الأتان ترتع ودخلت في الصف فلم ينكر ذلك علي أحد. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുകയാണ്, അഖ്ബൽതു റാകിബൻ അലാ ഹിമാരിൻ അതാൻ. അൽ ഹിമാരിൻ അതാൻ എന്ന് പറഞ്ഞാൽ പെണ്ണായ കഴുത. അതാൻ എന്ന് പറയുന്നത് ഉൻസ അഥവാ ഒരു പെൺ കഴുതയുടെ മുകളിൽ ഞാൻ യാത്ര ചെയ്ത് വന്നു. യാത്ര ചെയ്ത് വരുന്ന സന്ദർഭം അവിടെയുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത്. വഅന യൗമ ഇദിൻ ഖദ് നാഹസ്തുൽ ഇഹ്തിലാം, എനിക്ക് ഏകദേശം പ്രായപൂർത്തി എത്താറായിട്ടുണ്ട്. അഥവാ എനിക്ക് 15 വയസ്സോളം അത്രയും പ്രായം എത്താറായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ചില സമയത്ത് റാവിമാർ അവരുടെ ആ ഹിഫ്ളിന്റെ ദിക്കത്ത് എപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ കൃത്യമായി പറയാൻ വേണ്ടി അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. പണ്ഡിതന്മാർ പല കാരണങ്ങളും അതിന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ആളുകളുടെ ഒപ്പം തുടക്കത്തിലേ ഉണ്ടായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ചേർന്നത് എന്നൊക്കെ പറയാനുള്ള ഒരു ഉസറായിരിക്കാം. അദ്ദേഹം ഒരു പ്രായപൂർത്തി എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ചിലപ്പോൾ കുട്ടിയാണ്, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വൈകിയത് എന്നൊക്കെയുള്ള കാരണം ബോധിപ്പിക്കാനും ഒക്കെ ആവാം അദ്ദേഹം. കാരണം അത് ഹദീസിന്റെ നേർക്കുനേരെ ഫായിദയിൽപ്പെട്ട ഒരു കാര്യമല്ല. അദ്ദേഹം അത് എടുത്തു പറയാണ്, ഖദ് നാഹസ്തുൽ ഇഹ്തിലാം, എനിക്ക് പ്രായപൂർത്തി എത്താറായ ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിന്നാസി ബിമിന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ച്, മിന എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ്, നമുക്കറിയാം. മിനയിൽ രാപ്പാർക്കാറുണ്ട്, നമുക്കറിയാം. ജംറയിലൊക്കെ കല്ലെറിയാറൊക്കെ ഉണ്ട്. അത് നമ്മൾ ഹജ്ജിന്റെ സമയത്ത് കേൾക്കുന്ന കാര്യമാണ് മിന എന്ന് പറയുന്നത്. അപ്പൊ മിനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി നിസ്കരിക്കുകയായിരുന്നു. ഇലാ ഗൈരി ജിദാർ, മതിലിലേക്കല്ലാതെ. ഇത് ഈ ഹദീസിന്റെ ഈ ഭാഗം കുറച്ച് ചർച്ച ചെയ്യപ്പെട്ട പല ഫായിദകളും വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഫമറർതു ബൈന യദൈ ബഅദ് സഫ്, ഞാൻ സഫിന്റെ ചില ഭാഗത്തിന്റെ മുന്നിലൂടെ നടന്നു, മുഴുവനല്ല, ചില ഭാഗത്തിന്റെ മുന്നിലൂടെ ഞാൻ നടന്നു. അഥവാ എന്തുകൊണ്ടാണ് അദ്ദേഹം ഒട്ടകവും കഴുതയും കൊണ്ടാണ് ചില ഭാഗത്തിന്റെ മുന്നിലൂടെ നടന്നിട്ടുള്ളത്. ഫനസൽതു, എന്നിട്ട് ഞാൻ ഇറങ്ങി, എവിടെ ഒരു സ്ഥലത്ത് നടുവിൽ എവിടെയോ ഇറങ്ങി. അർസൽതുൽ അതാന തർത, ആ പെൺ കഴുതയെ മേയാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങോട്ട് അയച്ചു വിട്ടു. വദഖൽതു ഫി സഫ്, ഞാൻ സഫിൽ പ്രവേശിച്ചു. ഫലം യുൻകിർ ദാലിക അലയ്യ അഹദുൻ, എന്നെ ഒരാളും വിമർശിച്ചിട്ടില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞത്. അത് പറഞ്ഞതിൽ ഫായിദയുണ്ട്. ശരി, ഇവിടെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ ഇങ്ങനെ നിസ്കരിക്കുന്നു. ഇലാ ഗൈരി ജിദാർ, അവിടെ ജിദാറിലേക്കല്ലാതെ എന്നാണ്. പണ്ഡിതന്മാർ ഇതിനെ 2 രൂപത്തിൽ മനസ്സിലാക്കി. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അഥവാ സുത്ര വാജിബ് തന്നെയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ ഇലാ ഗൈരി ജിദാർ എന്ന് പറഞ്ഞാൽ
ചുമരില്ലാതെ നിസ്കരിച്ചു എന്നല്ല, മറിച്ച് മറ്റു വല്ല സുത്രയും ആയിരിക്കണം അവിടുന്ന് ഉപയോഗിച്ചത് എന്നാണ് അവർ അതിനെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെങ്കിൽ അവർക്കത് വാജിബാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ അവർ പറഞ്ഞത് ഇലാ ഗൈരി ജിദാർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുമരായിരിക്കുകയില്ല, മറ്റു വല്ലത് ഉപയോഗിച്ചേക്കാം, മറ്റു വല്ല കാര്യത്തും സുത്രയാക്കിയിട്ടുണ്ടാകാം. എന്നാൽ അത് മുസ്തഹബാണ് എന്ന് പറയാൻ തെളിവാക്കിയ പണ്ഡിതന്മാർ പറയുന്നു ഇതാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം സുത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമരിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സുത്ര ഉപയോഗിച്ചില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അഭിപ്രായമാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഭാഷാ പണ്ഡിതനാണ്, അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കാം, അതിലേക്ക് തിരിഞ്ഞില്ല ഇതിലേക്ക് തിരിഞ്ഞു എന്നൊക്കെ പറയാം. മറിച്ച് ഇലാ ഗൈരി ജിദാർ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ്, മുന്നിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്, മുന്നിൽ തുറസായ സ്ഥലമായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് സുത്രയിലേക്കല്ലാതെ നിസ്കരിക്കരുത് എന്ന് പറയുന്ന കൽപ്പന, അതിനെ ആ കൽപ്പന മാത്രമാണുള്ളെങ്കിൽ അത് വിഷയം വാജിബാകും. അതിനെ മുസ്തഹബിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഹദീസാണ് ഇങ്ങനെയാണ് ഹദീസുകൾ. നമ്മൾ ചിലപ്പോൾ ഒരു ഹദീസിൽ ഒരു കൽപ്പന കാണും, എന്നിട്ടും നമ്മൾ പറയുന്ന കേൾക്കും ഉലമാക്കൾ എന്താണ് അപ്പൊ മുസ്തഹബ് എന്ന് പറയുന്നത്, ഇതിൽ കൽപ്പനയല്ലേ ഉള്ളത്, കൽപ്പന വാജിബിനെ കുറിക്കുന്നതല്ലേ, അതെങ്ങനെയാണ് വാജിബിൽ നിന്ന് മുസ്തഹബിലേക്ക് എത്തുന്നത്? മുസ്തഹബത്തിലേക്ക് എത്താൻ വേറെ ഖരീനത്തായ മറ്റ് ഹദീസുകൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലാത്ത വേറൊരു കാര്യം പറയുക, അല്ലെങ്കിൽ അത് ഇങ്ങനെയും ചെയ്യാം എന്ന രൂപത്തിൽ പ്രവർത്തിച്ച് കാണിക്കും. അപ്പൊ അത് പ്രവർത്തിച്ച് കാണിച്ച ഹദീസാണ് ഇത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ കാര്യമായും സുത്ര വാജിബല്ല പക്ഷെ മുസ്തഹബാണ്, അത് ഞാൻ ആവർത്തിക്കുന്നില്ല, മുസ്തഹബാണെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതില്ല എന്ന നിലക്കല്ല, ചെയ്യൽ അത് വളരെ പുണ്യകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരാവശ്യവുമില്ലാതെ സുത്ര ഒഴിവാക്കുന്നത്? പാടില്ല. മറിച്ച് നമ്മൾ സുത്രയിലേക്ക് തന്നെ തിരിഞ്ഞ് പരമാവധി നിസ്കരിക്കാൻ, വല്ല സ്ഥലത്തും സുത്ര കിട്ടിയിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് സമാധാനിക്കാം, നമ്മളൊരു ഹറാമൊന്നും ചെയ്തിട്ടില്ല, കാരണം ഒരു വാജിബ് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് മുസ്തഹബായ ഒരു കാര്യം ഉപേക്ഷിച്ചു എന്ന് മാത്രം. അതല്ലാതെ നമ്മൾ അതൊരു ഒഴിവ് കഴിവായി കാണേണ്ടതില്ല, ഒരു കാര്യം വാജിബല്ല മുസ്തഹബാണ് എന്ന് പറയുമ്പോൾ. ശരി, ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു ഫായിദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മിനയിലാണുള്ളത്, ഇത് യാത്രയിലാണ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, യാത്രക്കാരാണ്. അപ്പൊ യാത്രയിലാണ് എങ്കിലും ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണ് എന്നതിന് പണ്ഡിതന്മാർ ഈ ഹദീസ് തെളിവിടിച്ചിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട് പല ആളുകൾക്കും ഈ വിഷയം അറിയില്ല. അവർ യാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്നിറങ്ങും, 1-2 ദിവസത്തെ യാത്ര ആയിരിക്കും. ഉദാഹരണത്തിന് ഒരാൾ എറണാകുളത്തേക്ക് പോയി, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോയി, നമ്മൾ അവിടെ പോയി ഇറങ്ങി, നമുക്ക് 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെയൊക്കെ പണി അവിടെ ഉണ്ട്. സ്വാഭാവികമായി അത്രയും ദിവസം യാത്രക്കാരനാണ്, യാതൊരു സംശയം അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ല, 2-3 ദിവസമാണെങ്കിൽ. അപ്പോൾ ചില ആളുകൾ മസ്ജിദിന്റെ അടുത്ത് തന്നെ ചിലപ്പോൾ റൂം എടുക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിൽക്കും, ഒരു പണിയൊന്നും ഉണ്ടാവില്ല. കാരണം രാവിലെ എന്നിട്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ മസ്ജിദിൽ പോകാത്ത, അന മുസാഫിർ, ഞാൻ യാത്രക്കാരനാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നതാണ്, അദ്ദേഹം അങ്ങനെ കണ്ടിട്ടുണ്ട്, അത് നമുക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. ചില ആളുകളോട് അവർ മസ്ജിദിലേക്ക് വിളിച്ചാൽ ഞാൻ യാത്രക്കാരനാണ്, അത് അവൻ വിചാരിക്കുന്നത് യാത്രക്കാരനായാൽ എനിക്കിനി ആ ബാങ്കിന് ഉത്തരം കൊടുക്കേണ്ടതില്ല, അങ്ങനെയല്ല. യാത്രക്കാരനാണ് എങ്കിലും നീ നിൽക്കുന്ന സ്ഥലത്തിന്റെ യാത്രയുമായിട്ടുള്ള തിരക്കൊന്നും അവിടെ ഇല്ല. നീ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ അതിനുത്തരം നൽകൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നീ യാത്രക്കാരനാണ് എങ്കിലും ആ ജമാഅത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്, ഇനി നീ യാത്രക്കാരനാണ്, നിനക്ക് ഇങ്ങനെയുള്ള ജമാഅത്ത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അടുത്തൊന്നും മസ്ജിദില്ല, നീ യാത്രക്കാരനാണ്, അടുത്തൊന്നും മസ്ജിദില്ല, അങ്ങനെയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും അവൻ നാട്ടിലായിരിക്കെ ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ്. അത് നാട്ടിലായി ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ കൂലി അവൻ ലഭിക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ മരിദൽ അബ്ദു ഔ സാഫർ, ഒരു അടിമ അവൻ രോഗിയാവുകയോ അല്ലെങ്കിൽ യാത്രക്കാരനാവുകയോ ചെയ്തു, കുതിബ ലഹു മാ കാന യഅമലു സഹീഹൻ മുഖീമ, അവൻ ആരോഗ്യവാനായി നാട്ടിലിരിക്കുന്ന അതേ പ്രതിഫലം അവൻ ലഭിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾ സ്ഥിരമായി ജമാഅത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ്, ഒരാൾക്ക് രോഗകാരണത്താൽ അതിന് സാധിക്കുന്നില്ല, വീട്ടിലിരിക്കേണ്ടി വരികയാണ്, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ്, ഒന്നും പേടിക്കേണ്ടതില്ല. നിന്റെ രോഗം മാത്രമാണ് നിന്നെ തടഞ്ഞത് എങ്കിൽ നീ എപ്പോഴും നേരത്തെ വന്ന് ആ ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ള കൂലികളൊക്കെ ആ ഒറ്റയ്ക്ക് നിസ്കരിക്കും നിനക്ക് ലഭിക്കും. ഇനി യാത്രയിലാണ്, സ്ഥിരമായി മസ്ജിദിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന വ്യക്തിയാണ്, ഒരാൾ യാത്രയിലാണ്, അയാൾക്ക് ജമാഅത്തിന് കൂടാൻ പറ്റിയിട്ടില്ല, യാത്ര കാരണത്താൽ ജമാഅത്തിന് കൂടാൻ പറ്റിയിട്ടില്ല, അയാൾ ഒറ്റക്കാണ് നിസ്കരിച്ചത് എങ്കിൽ പോലും ജമാഅത്തായി നിസ്കരിച്ചതിന്റെ കൂലി അയാൾക്ക് ലഭിക്കും. പക്ഷേ അയാൾക്ക് ജമാഅത്തായി നിസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായാൽ അതിനുത്തരം ചെയ്തുകൊണ്ട് ആ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് ഇതും അതല്ലാത്ത ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലാണ് ജമാഅത്തായി നിസ്കരിച്ചിട്ടുള്ളത്. കാരണം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിൽ പോലും, അന്ന് യുദ്ധം ചെയ്തിരുന്നത് യാത്രയിലാണ്, അവിടെ പോലും ജമാഅത്തായി നിസ്കരിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത്.
യുദ്ധത്തിൽ ജമാഅത്ത് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ കാണാൻ പറ്റും. അതിന്റെ പല രൂപങ്ങളുണ്ട്. അതിന്റെ ആ കോംപ്ലിക്കേഷൻ കണ്ടാൽ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചാൽ പോരെ. അല്ലാഹു തആല ജമാഅത്തായ നിസ്കാരത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് അതിലൂടെ അറിയിച്ചു തരികയാണ്. അത് നിസ്സാരമായ കാര്യമല്ല. ഉദുറുള്ള ആളുകൾക്ക്, ഒഴിവ് കഴിവുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ നിന്നും പിന്തി നിൽക്കാൻ പാടുള്ളൂ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വെറുതെ കൈകെട്ടിയിരുന്ന് ജമാഅത്ത് നിസ്കാരം ഉപേക്ഷിക്കുക, ബാങ്ക് കേൾക്കുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ് എന്നവർ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഹദീസിൽ നിന്നുള്ള ഒരു ഫായിദ നമ്മൾ പറഞ്ഞു. അത് സുത്രയിലേക്കല്ലാതെ നിസ്കരിക്കൽ തെറ്റല്ല, സുത്രയിലേക്ക് നിസ്കരിക്കൽ മുസ്തഹബാണ്. 2 യാത്രയിലാണ് എങ്കിലും ജമാഅത്ത് നിസ്കാരത്തിനുള്ള വകുപ്പ് അവിടെ ഉണ്ട് എങ്കിൽ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കൽ പുരുഷന്മാർക്ക് നിർബന്ധമാണ്. ഹദീസിലുള്ള അടുത്ത ഫായിദ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ്. ഫമറർതു ബൈന യദൈ ബഅദി സഫി ഫനസലത്. ഞാൻ സഫിന്റെ മുഴുവനായിട്ടുള്ള ചില ഭാഗത്തെ കൂടി ഞാൻ എന്ത് ചെയ്തു? യാത്ര ചെയ്തു. ഫനസൽതു, ശേഷം അദ്ദേഹം ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം കഴുതയുമായി സഫിന്റെ ചില ഭാഗത്തെ കൂടി യാത്ര ചെയ്തു എന്നുള്ളത് പറ്റുന്നില്ല, നേരത്തെ നമ്മൾ കേട്ട ഹദീസിനെതിരല്ല. എന്തുകൊണ്ടാണ് അത് അനുവദിക്കപ്പെട്ടത്? അത് കാരണം അവിടെ ജമാഅത്ത് നിസ്കാരമാണ്, ഇമാമിന് അവിടെ സുത്രയുണ്ട്. ജമാഅത്ത് നിസ്കാരമാണ്, ഇമാമിന്റെ സുത്ര തന്നെ മതിയായതാണ് എന്നാണ്. ഇവിടെ ഇമാമിന് സുത്ര ഇല്ല എന്നുള്ളത് നമ്മൾ ഈ ഹദീസിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അത് സുത്രയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചത്. അഥവാ ഇമാമ് ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന് സുത്ര ഉണ്ടായാലും ഇല്ലെങ്കിലും അഥവാ മഅ്മൂമിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നത് എന്തില്ല? തെറ്റില്ല. ഉദാഹരണം, നമ്മൾ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ നടുവിൽ ഒരാൾക്ക് വുളു മുറിഞ്ഞു എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ മഅ്മൂമിങ്ങളുടെ മുന്നിലൂടെ ഒക്കെ നടന്നിട്ട് അപ്പുറത്തേക്ക് പോകാവുന്നതാണ്. കാരണം ജമാഅത്ത് നിസ്കാരത്തിൽ എന്തില്ല? മഅ്മൂമിങ്ങളുടെ സുത്ര നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അഥവാ ഇമാമിനുള്ളത് തന്നെ മഅ്മൂമിങ്ങൾക്ക് മതി. എന്നാൽ ഇമാമിന് മുന്നിലൂടെ ആണ് ഒരാൾ നടന്നു പോയത് എന്ന് വിചാരിക്കുക എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു ഇമാമിൻ്റെത് മാത്രമല്ല മഅ്മൂമിങ്ങളുടെ മുഴുവനും നിസ്കാരം അത് മുറിഞ്ഞു പോകും എന്നുള്ളതാണ്. ഒരാൾ ഇമാം സൂത്ര സ്വീകരിച്ചിട്ടല്ല, അല്ലെങ്കിൽ സൂത്ര സ്വീകരിച്ചു, എന്നിട്ട് അതിനിടയിലൂടെ ഒരാൾ നടന്നുപോയി എന്ന് വിചാരിക്കുക എങ്കിൽ ഇമാമിന്റെ നിസ്കാരം പോകും. അതുകൊണ്ടാണ് തടഞ്ഞു നിർത്താൻ പറഞ്ഞത്. പ്രത്യേകിച്ച് നിസ്കാരം മുറിക്കുന്ന 3 ആളുകളുണ്ട്. അവർ നടന്നുപോയാൽ ആരാണത്? ഒന്ന് സ്ത്രീകളാണ്, മറ്റൊന്ന് കറുത്ത നായയാണ്, മൂന്നാമതായിട്ടുള്ളത് സ്ത്രീയും, ആർക്കാണ് ഓർമ്മ ഉണ്ടോ? സ്ത്രീയും കറുത്ത നായയും അതുപോലെ തന്നെ കഴുത. ഈ 3 കാര്യങ്ങൾ, അൽ മർഅത്തുൽ ബാലിഗ വൽ ഹിമാർ വൽ കൽബുൽ അസ്വദ്, കറുത്ത നായ, കഴുത, അതേപോലെ തന്നെ പ്രായപൂർത്തിയെത്തിയ സ്ത്രീ. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഇമാമിന്റെ മുന്നിലൂടെ നടന്നു എന്ന് വിചാരിക്കുക. പ്രായപൂർത്തിയെത്തിയ സ്ത്രീ, അതല്ലെങ്കിൽ കഴുത, അതല്ലെങ്കിൽ കറുത്ത നായ. ഇവർ നടന്നു പോകുമ്പോഴാണ് ബാത്തിലാകുന്നത്. ബാക്കിയുള്ള ആളുകൾ ചെയ്യുമ്പോൾ ബാത്തിലാകുന്നില്ല. അങ്ങനെ നടന്നു പോയാൽ മഅ്മൂമീങ്ങളുടെ അടക്കം എല്ലാവരുടെ നിസ്കാരവും ബാത്തിലായി പോകും. എന്നാൽ ഇവരിൽപ്പെട്ട ആരെങ്കിലും, ഇതിലിപ്പോ കഴുത പോകുന്നതാണ് നമ്മൾ കണ്ടത്, ഇവരിൽപ്പെട്ട ആരെങ്കിലും മഅ്മൂമീങ്ങളുടെ മുന്നിലൂടെയാണ് നടന്നു പോയത് എങ്കിൽ ആരുടെ നിസ്കാരവും ബാത്തിലാകുന്നില്ല എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്, ഇമാമിന് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ബുത്ലാൻ, എന്തെങ്കിലും ഒരു ബാത്തിലാകുന്ന കാര്യം അത് മഅ്മൂമിനെ കൂടി ബാധിക്കുന്നതായിട്ട് എനിക്കൊരു ഈ ഒരു വിഷയമല്ലാതെ മറ്റൊന്നും അറിയില്ല എന്നാണ്. ഏതുപോലെ ഇമാമിന്റെ വുളു പോയാൽ മഅ്മൂമിങ്ങളുടെ നിസ്കാരത്തിനൊന്നും ബാധിക്കുകയില്ല. നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ വുളു പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ ഒരിക്കലും തന്നെ ആളുകൾക്കിടയിൽ, അത് ഇമാമിനാകട്ടെ മഅ്മൂമിനാകട്ടെ, ആളുകൾക്കിടയിൽ ഞാനിപ്പോൾ എണീറ്റ് പോകുമ്പോൾ എൻ്റെ വുളു മുറിഞ്ഞെന്ന് ആളുകൾ അറിയും, അതെനിക്കൊരു കുറവല്ലേ എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. കാരണം കടുത്ത തെറ്റാണ്, ഹറാമായ കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മനഃപൂർവ്വം ഒരാൾ വുളു ഇല്ലാതെ നിസ്കരിച്ചാൽ അത് മുർത്തദ്ദാകാൻ അത് മതി, അങ്ങനെ ഉദ്ദേശിക്കുകയാണ്. കാരണം പരിഹസിക്കുകയാണ്, ദീനെ പരിഹസിക്കുകയാണ് വുളു എടുക്കാതെ ഒന്ന് നിസ്കരിക്കുക എന്നുള്ളത്. പക്ഷെ ഈ വിഷയത്തിൽ ഒരിക്കലും വസ്വാസിലേക്ക് എത്താൻ പാടില്ല. ചില ആളുകൾ ഈ ഹദീസ് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പരിധി അപ്പുറത്തേക്ക് എത്തും. എന്നിട്ട് അവർക്ക് വുളു മുറിഞ്ഞോ എന്ന് വെറുതെ തോന്നും. പിന്നെ അവിടെ തോന്നിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് ഓർമ്മ വരും. അങ്ങനെ നിസ്കരിച്ചാൽ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന പരിഹാസമല്ല. അത് വസ്വാസുകാരന് ഇത് ബാധകമല്ല. സ്ഥിരമായി തോന്നുന്നവൻ വസ്വാസുകാരനാണ്. അവന്റെ ലക്ഷണങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അവന്റെ ലക്ഷണങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളല്ല. അതല്ല, യക്കീനായിട്ട് ഒരാൾക്ക് വുളു മുറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എഴുന്നേറ്റ് പോവുക. അങ്ങനെ ഒരു ഇമാമ് പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇമാമിനെ സംബന്ധിച്ചിടത്തോളം പുറകിൽ നിൽക്കുന്ന ആളുകളിൽ ഒരാളെ എന്ത് ചെയ്യാം? പേര് പറഞ്ഞിട്ട് തന്നെ വേണമെങ്കിൽ നീ കയറി നിൽക്കൂ എന്ന് പറയാം. അതല്ല, നല്ല വിവരമുള്ള ഒരാൾ തന്നെയാണ് പുറകിൽ നിൽക്കുന്നത് എങ്കിൽ അയാൾക്ക് അതിന്റെ അഹ്കാം അറിയാം. ഇമാമിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇമാമ് പോയാൽ എന്ത് ചെയ്യും?
മഅ്മൂമിൽപ്പെട്ട ഒരാൾ, അത് നന്നായി ഓതാൻ അറിയുന്ന ആളുകളാണ് പുറകിൽ നിൽക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അവർക്ക് എന്ത് ചെയ്യാം, നേരെ കയറി ആ ജമാഅത്ത് അങ്ങനെ തന്നെ പൂർത്തിയാക്കാം. അവർക്ക് ആരുടെയും നിസ്കാരം ബാധിക്കുന്നില്ല. ഇനി അങ്ങനെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല എങ്കിലും മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ ഓരോരുത്തർക്കും സ്വന്തമായി ആ നിസ്കാരം നിസ്കരിച്ച് പൂർത്തിയാക്കാവുന്നതാണ്. അവർ ഒരു റക്കായത്തെങ്കിലും ഇമാം ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ജമാഅത്ത് നിസ്കാരത്തിന്റെ പൂർണ്ണമായ കൂലി തന്നെ ലഭിക്കും. കാരണം ഒരാൾക്ക് ഒരു റക്കായത്തെങ്കിലും കിട്ടിയാൽ ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതാണ്. അപ്പൊ അയാൾ ഒരു റക്കായത്തെങ്കിലും ഇമാമുമായിട്ട് ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും ഒറ്റക്കാണ് നിസ്കരിച്ചതെങ്കിൽ ജമാഅത്തിന്റെ പൂർണ്ണമായിട്ട് കൂലി അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് പറയാൻ കാരണം ഇത് ഇവിടെ ബാധിക്കുന്നില്ല. എന്നാൽ നിസ്കാരത്തെ മുറിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇമാമിന്റെ മുന്നിലൂടെ നടന്നു പോയാൽ അവിടെ എന്ത് സംഭവിക്കും? എല്ലാ ആളുകളുടെയും നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് സുത്രയൊക്കെ സ്വീകരിച്ച് ആരെങ്കിലും വരുമ്പോൾ അതിനെ തടുത്താനൊക്കെ കൃത്യമായി ഇമാം നിൽക്കണം. അത് വളരെ നാദിറായ അപൂർവമായ ചിലപ്പോൾ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ചിലപ്പോൾ വളരെ കുറവായിരിക്കും. ഇത് ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു ഫായിദയാണ്. വേറൊരു ഫായിദയായിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ജവാദു ഇർസാലിൽ ഹയവാൻ ലിഅക്ലിൽ ഉശ്ബി ഫി അർദിൽ ഹറം. ഹറമിലുള്ള ഭൂമിയിലാകട്ടെ, അഥവാ മിന എന്ന് പറയുന്നത് ഹറമിന്റെ അകത്താണ്. അപ്പോൾ അവിടെ ആകട്ടെ നമുക്ക് എന്ത് ചെയ്യാം, മൃഗങ്ങളെ മേയാൻ വേണ്ടി, പുല്ലുകൾ തിന്നാൻ വേണ്ടി വിടാം. അത് തെറ്റില്ല എന്നാണ്. എന്നാൽ ഹറം പ്രദേശത്തുള്ള മരങ്ങൾ വെട്ടാനോ അവിടെയുള്ള ഇലകളൊക്കെ മുറിച്ചു മാറ്റാനോ ഇതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഹറമിൽ മരങ്ങൾ വെട്ടുക, വേട്ടയാടുക ഇതൊന്നും ഒരു സമയത്തും ആർക്കും അനുവാദമുള്ള കാര്യമല്ല. ഇനി ഭരണാധികാരികളായ ആളുകൾക്ക് അവർക്ക് അതിൻ്റെതായ ഹുക്കുമുകളുണ്ട്, എപ്പോഴെന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മരം മുറിച്ച് കൊണ്ടുപോകാനോ ഒന്നും ഹറമിൽ നമുക്ക് അനുവാദമില്ല. എന്നാൽ മൃഗങ്ങളെ ഇങ്ങനെ അനുവദിക്കൽ ഉണ്ട്. അത് ഈ ഹദീസിൽ നിന്നുണ്ട്. കാരണം ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവസാനം പറഞ്ഞ, എന്നെ ഒരാളും ഒരു വിഷയത്തിലും എന്ത് ചെയ്തിട്ടില്ല, വലം യുൻകിർ അലയ്യ അഹദ്, എന്നെ ഒരാളും ഒന്നിനും ഇൻകാർ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. ഇനി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടില്ല എന്ന് സങ്കല്പിച്ചാലും അറിഞ്ഞിട്ടില്ല എന്ന് സങ്കല്പിച്ചാലും പണ്ഡിതന്മാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതും തെളിവാണ്. കാരണം അല്ലാഹു തആല അതൊരു ഹറാമായിരുന്നെങ്കിൽ വഹി ഇറക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്, അതിനെതിർത്തിട്ടില്ല. അപ്പൊ അത് അനുവദനീയമാണ് എന്നാണ്. ഇനി ആ പറഞ്ഞ വാക്കിൽ നിന്നൊരു ഫായിദ കൂടിയുണ്ട്. ഫലം യുൻകിർ ദാലിക അലയ്യ അഹദുൻ, എന്നെ ഒരാളും അത് തടുത്തിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അഥവാ അൽ ഇസ്തിദ്ലാലു ബിസ്സുകൂതി വഅദമിൽ ഇൻകാർ, ഒരാള് അതിനെ തടഞ്ഞിട്ടില്ല. അപ്പൊ ആ മിണ്ടാതെ നിന്നതിനെ തെളിവ് പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തെ മിണ്ടാതെ നിന്നിട്ട് തെളിവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു തെളിവായി പറയാം. പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട്, വഹാദ മശ്റൂത്തുൻ ബിമാ ഇദാ കാന ഖാദിറൻ അലൽ ഇൻകാർ, തടയാൻ പറ്റാനിട്ടാണ് അവിടെ തടയാതിരുന്നതെങ്കിൽ അത് അനുവദനീയമാണ് എന്നൊന്നും അതിനെ അറിയിക്കുന്നില്ല. ആ കാര്യം അനുവദനീയമാണ് എന്ന് അറിയിക്കുന്നില്ല. അപ്പോൾ അതൊരു സാധാരണയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു കാര്യത്തെക്കുറിച്ച്, ഒരു ഹറാമായ കാര്യം നമ്മൾ മുന്നിൽ നടക്കുന്നു, നമ്മളത് ആ പ്രവൃത്തി ഹറാമാണോ അല്ലേന്ന് ഒരാൾക്ക് അറിയില്ല. നമ്മളത് മിണ്ടാതെ നിന്നാൽ, ഒരാളത് മിണ്ടാതെ നിന്നാൽ അത് ഹറാമല്ല എന്നായിരിക്കും അതിനെ അറിയിക്കുക. എന്നാൽ ഒരാൾ മിണ്ടാതെ നിൽക്കുന്നത്, അത് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാതെയാണ് മിണ്ടാതെ നിൽക്കുന്നത് എങ്കിലോ അത് പരിഗണിക്കുകയില്ല. കഴിവുള്ള ഒരാൾ അതിനെക്കുറിച്ച് മിണ്ടാതെ നിന്നാൽ അത് അനുവദനീയമായിട്ടാണ് പരിഗണിക്കപ്പെടുക. എന്നിട്ട് അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നതാണ്, പല ആളുകളും സൗദി അറേബ്യയിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നുണ്ട്, പല ആളുകളും അവിടെയൊക്കെ പല ഹറാമുകൾ നടക്കുന്ന സമയത്ത് അവിടെ ഭരണാധികാരികളില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഇന്ന ആളുകൾക്കില്ല, അവരെന്തുകൊണ്ട് അത് മിണ്ടുന്നില്ല എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം പരസ്യമായി മിണ്ടുക എന്നുള്ളത് ശർഈയായിട്ട് പാടില്ലാത്ത കാര്യമാണ്. ശർഈയായിട്ട് പാടില്ല, അത് പരസ്യമായി പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്കിൽപ്പെടുന്ന കാര്യമാണ്. ശർഈയായിട്ട് തന്നെ അത് പാടില്ല. അവർക്ക് ഖുദ്റത്ത് അവിടെ ശർഈയായിട്ട് തന്നെ പാടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം എന്തല്ല, അവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് അവർ അതിനെല്ലാം അംഗീകരിക്കുന്നു എന്നതിന്റെ അർത്ഥമല്ല. അങ്ങനെ ഒരു നാട്ടിൽ അവിടെ പല ഹറാമുകൾ നടക്കുമ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാളും അതിനെതിരെ പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അവരെല്ലാവരും അതിനെ അംഗീകരിക്കുന്നു എന്നല്ല, അവർക്ക് ശർഈയായിട്ട് അത് അവിടെ ഖുദ്റത്തില്ല, അങ്ങനെ ശർഈയായിട്ട് പറയാൻ വകുപ്പില്ല. അതുകൊണ്ടാണ് അവർ പറയാത്തത്. അതുകൊണ്ട് അവരെല്ലാം അത് അംഗീകരിക്കുന്നു എന്നൊരിക്കലും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അത് സംസാരിച്ചാൽ അവൻ ധീരനായ ഒരു ഖത്തീബാണ് എന്നും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അവനൊരു ഖാരിജിയാണ് എന്ന് മനസ്സിലാക്കണം. അവനൊരു ഖവാരിജുകളിൽപ്പെട്ട ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ അവന്റെ മിമ്പർ, അവൻ അത് ശക്തമായി പരസ്യമായി അതിനെ ഇൻകാർ ചെയ്യാൻ അവൻ അത് ഉപയോഗിച്ചത്. ഒന്നുകിൽ അവൻ വിവരമില്ലാത്തവനായിരിക്കണം, അല്ലെങ്കിൽ അവൻ തനി ഖാരിജി ആയിരിക്കണം. ആ രൂപത്തിൽ വരുന്ന ആളുകളായിരിക്കണം. ഇഖ്വാനുകൾ പോലെ
സുറൂറികളെ പോലെയുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കണം. അതല്ലാതെ സാധാരണക്കാരായ ചില ആളുകൾ വിചാരിക്കുമാ ഇത് ഇയാളാണ് യഥാർത്ഥ പണ്ഡിതൻ, അതുകൊണ്ട് ഇയാളെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ പാടില്ല. അത് അയാൾക്ക് കിട്ടിയ ഒരു മെമ്പറിലും അയാൾക്കത് അനുവദനീയമല്ല. അവിടെ ഒരു ഹറാമ് കണ്ടാൽ, ഭരണാധികാരിയുടെ കീഴിൽ നടന്ന ഒരു കാര്യം കണ്ടാൽ അതിനെ പരസ്യമായി അതിനെ വിമർശിക്കുക എന്നുള്ളത് പാടില്ല. പ്രത്യേകിച്ച് ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് വന്ന എന്തെങ്കിലുമൊക്കെ കാര്യമാണെങ്കിൽ, ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അയാൾക്കത് പറയാം, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അനുവദനീയമാണ്, അത് അവിടെ അനുവദിക്കപ്പെടുന്നുണ്ട്. ആളുകൾക്ക് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് അവിടെ യാതൊരു വിലക്കുമില്ല. നിങ്ങൾ ലഹരികളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് മുസ്ലിം രാജ്യങ്ങളിൽ വിലക്കാറില്ല. എന്നാൽ ചിലപ്പോൾ അവിടെ ഭരണാധികാരികളുടെ വീഴ്ചയായിട്ട് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായാൽ ആ ഭരണാധികാരിയെ വിമർശിക്കുന്നതിന് വേണ്ടി അങ്ങനെ പരസ്യമായി പറയുക എന്നുള്ളത് ജനങ്ങളെ അയാൾക്കെതിരെ തിരിക്കാൻ, അയാളുടെ ബൈഅത്തിൽ നിന്നും അവർ കൈയൂരാൻ കാരണമാകും. അത് വലിയ ഫസാദുകൾക്ക് കാരണമാകുന്നതിനാൽ ആ ചെറിയ ഇൻകാർ യഥാർത്ഥത്തിൽ അത് വാജിബായ ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിനേക്കാളും വലിയ ഫസാദ് വരുന്ന സമയത്ത് ചെറിയ ഫസാദുകൾ ശറഇൽ അത് വിരോധിക്കപ്പെടും. ആ ഒരു ബാബിൽ, ആ ഒരു അധ്യായത്തിൽ അത് വിരോധിക്കപ്പെടുകയാണ്. അപ്പൊ അത് നമ്മൾ ആ കാര്യം ആ നിലക്ക് തന്നെ മനസ്സിലാക്കുക. ഈ അധ്യായത്തിൽ ഒരു ഹദീസ് കൂടിയുണ്ട്, അതൊന്ന് പെട്ടെന്ന് നമുക്ക് വായിക്കാം. അതിൽ ധാരാളം ഫായിദകളില്ല, അതുകൂടി വായിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുൻതു അനാമു ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഉറങ്ങുമായിരുന്നു. വരിജ്ലായ ഫീ ഖിബ്ലതിഹി, എൻ്റെ രണ്ട് കാലുകളും ഖിബ്ലയിലേക്കാണ് ഉണ്ടാവുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് അവർ സൈഡിൽ കിടക്കും, അവരുടെ കാല് ഖിബ്ലയിലേക്കായിരിക്കും ഉണ്ടാകുക, അവിടത്തേക്ക് സുജൂദ് ചെയ്യുന്ന ഭാഗത്തുണ്ടാകും. ഫൈദാ സജ്ദ, അവിടുന്ന് സുജൂദ് ചെയ്യുമ്പോൾ ഗമസനി, എന്നെ ഇങ്ങനെ തട്ടും, കാലിലിങ്ങനെ തട്ടും. ഫഖബൽതു റിജ്ലൈ, അപ്പോൾ എൻ്റെ രണ്ട് കാലുകളും ഞാൻ എന്ത് ചെയ്യും, അതിങ്ങനെ മടക്കി വെക്കും. ഫൈദാ ഖാമ, അവിടുന്ന് സുജൂദൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നാൽ, രാത്രി നിസ്കാരത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ബസത്തുഹുമ, അവ രണ്ടും ഞാൻ എന്ത് ചെയ്യും, വീണ്ടും നീട്ടിവെക്കും. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വൽ ബുയൂതു യൗമ ഇദിൻ ലൈസ ഫിഹാ മസാബിഹ്, അന്നേ സമയത്തൊക്കെ വീട്ടിൽ രാത്രി വിളക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലൊരു വിളക്ക് കത്തിക്കാൻ പോലുമുള്ള കഴിവ് അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. വീട് വളരെ ചെറുതുമായിരുന്നു. അവർക്ക് അങ്ങനെ കിടക്കണമെങ്കിൽ വേറെ വഴിയില്ല. അതുകൊണ്ടാണ് അവർ നിസ്കരിക്കുന്നതിന് മുന്നിലേക്ക് ഇങ്ങനെ കാല് നീട്ടിയത് എന്നാണ്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഈ ഹദീസ് ഉദ്ധരിക്കാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്, മൂന്നാളുകൾ നിസ്കാരത്തെ മുറിക്കുമെന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസുണ്ട്. സ്ത്രീകൾ, കഴുത, അതേപോലെ തന്നെ നായ. ഇത് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഈ ഹദീസ് കേട്ടപ്പോൾ അവരത് നേരത്തെ കേട്ടിരുന്നില്ല. അവർ കുറച്ച് ദേഷ്യം പിടിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഞങ്ങൾ സ്ത്രീകളെ കഴുതകളോടും നായകളോടുമാണ് ഉപമിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹക്ക് സംഭവിച്ചിട്ടുള്ള ഒരു തെറ്റായിട്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് അവർ ഇത് തെളിവായിട്ട് പറഞ്ഞത്. പക്ഷേ പണ്ഡിതന്മാർ, അഥവാ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇതിനെ വിശദീകരിച്ചത്, ആയിഷ റളിയല്ലാഹു അൻഹ അതിലൂടെ നടന്നു പോയിട്ടില്ല, അവരുടെ കാല് മാത്രമേ പോയിട്ടുള്ളൂ. ആ കാല് പോകുന്നതിനെ കുറിച്ചിട്ട് ഹദീസിൽ വിലക്കില്ല, സ്ത്രീകൾ നടന്നു പോകുന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ദേശിച്ചത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം വളരെ മനോഹരമായി അത് പറയുന്നുണ്ട്. റളിയല്ലാഹു അൻകി യാ ഉമ്മുൽ മുഅ്മിനീൻ, അല്ലാഹു താങ്കളെ നിങ്ങളെ തൃപ്തിപ്പെടട്ടെ. ഇന്ന കലാമക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൗക ഖിയാസികൽ അഖ്ലി അല്ലദി ഹുവ ഖിയാസുൻ ഫീ ഗൈരി മഹല്ലിഹി, നിങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു മനസ്സിലാക്കിയതിനേക്കാളും വലുതാണ് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വിഷയം, അതിന്റെ കാര്യം പറയുന്നു. പിന്നീട് മറ്റേത് ഒരു സഹാബി ആകട്ടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരാരുമാകട്ടെ, അവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇജ്തിഹാദ് ചെയ്താൽ അവർക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്. അവർ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിരാകാനോ ഒന്നുമായിരുന്നില്ല, മറിച്ച് അവർക്ക് കിട്ടിയ വിഷയത്തിൽ അവർ ഇജ്തിഹാദ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് മറ്റേ ഹദീസ് അത് അങ്ങനെ തന്നെയുണ്ട്. അഥവാ സ്ത്രീകൾ, പ്രായപൂർത്തിയെത്തിയ സ്ത്രീകൾ മുന്നിലൂടെ നടന്നു പോയാൽ നിസ്കാരം മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ കഴുതയും കറുത്ത നായയും. എന്നാൽ ഈ ഹദീസ് സ്ത്രീകൾക്ക് നടന്നു പോകാം എന്നതിന് തെളിവില്ല. മറിച്ച് ഈ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ കാലിങ്ങനെ നീട്ടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അവർ തട്ടിയാൽ ചുരുട്ടി മാറ്റുമായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നുള്ളതിന്റെ കാരണം അവർ അവസാനം പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പൂർണ്ണമായി ഉറങ്ങുന്നു എന്നൊന്നും ഹദീസിലില്ല, മറിച്ച് അന്ന് വെളിച്ചമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചം അന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അവിടുന്ന് ഇരുട്ട് കാരണത്താൽ മനസ്സിലാകുമായിരുന്നില്ല എന്ന ഉദുറും
എന്ന ഒഴിവ് കഴിവും അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ എന്തിന് തെളിവില്ല? മറ്റേ ഹദീസിനെതിരല്ല, സ്ത്രീകൾക്ക് നടന്നു പോകാം എന്നുള്ളതിനെതിരല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടന്നു പോകുക എന്നുള്ളത് തെറ്റല്ല. അപ്പോൾ ചില ആളുകൾ ചിന്തിച്ചേക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സ്ഥലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ഇങ്ങനെ കാലൊക്കെ നീട്ടി നിസ്കരിക്കുക എന്നുള്ളത്. ഒരു കാരണം നമ്മൾ പറഞ്ഞു, വീട് വളരെ ചെറുതായിരുന്നു, അതേപോലെ തന്നെ അവിടെ വെളിച്ചം ഉണ്ടായിരുന്നില്ല, അവർക്ക് അതല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് കിടക്കാനുള്ള സൗകര്യം അത് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, പണ്ഡിതന്മാർ ഒരു ഖായിദയായിട്ട് അതല്ലെങ്കിൽ ഒരു പറയപ്പെടുന്ന ഒരു വാചകമായി പറയാറുണ്ട്, ഇൻദൽ അഹ്ബാബി തസ്ഖുത്തുൽ ആദാബ്. വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകൾക്ക് അടുത്ത് ചില മര്യാദകളൊക്കെ ഒഴിവാക്കപ്പെടും. അതങ്ങനെയാണല്ലോ, നമ്മൾ പൊതുവെ നമുക്ക് അത്ര വേണ്ടപ്പെടാത്ത ആളുകളോട് നമ്മൾ കാണിക്കുന്ന മര്യാദ അത് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് ചിലപ്പോൾ കാണിക്കില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധം അത്രയും അടുപ്പമുള്ളതാണ്. അതങ്ങനെ തന്നെയാണ്. ആളുകൾ അകലം കൂടുന്നതോടും നമുക്ക് കൂടുതൽ തക്കല്ലുഫ് നമുക്ക് ആവശ്യമുണ്ടാകും, അവരെ പരിഗണിക്കേണ്ടി വരും. എന്നാൽ നമ്മൾ രണ്ടാളുകൾ തമ്മിൽ അടുപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിലാകട്ടെ കുറച്ച് വിശാലമായ സംസാരം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അതല്ലെങ്കിൽ പ്രവർത്തനത്തിൽ കുറച്ച് വിശാലമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അടുപ്പക്കാരാകുമ്പോൾ ഉണ്ടാകും. അത് ഇൻദൽ അഹ്ബാബി തസ്ഖുത്തുൽ ആദാബ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ബാബിൽ കണ്ടാൽ മതി. അതല്ലാതെ അവർ ഒരിക്കലും ഒരു മര്യാദകേട് കാണിച്ചതാണ് എന്നൊരിക്കലും നമുക്കത് പറയാൻ സാധിക്കുകയില്ല. കാരണം അവർ ഏറ്റവും മര്യാദയുള്ള, ഈ ഉമ്മത്തിൽ ഏറ്റവും ഇൽമുള്ള, അള്ളാഹു സുബ്ഹാനഹു ഉമ്മത്തിൽ ഏറ്റവും ഇൽമുള്ള ഒരു സ്ത്രീ ആയിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മനുഷ്യരിൽ ഒരാൾ അത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആദ്യം ആരാണ് ഇഷ്ടത് എന്ന് ചോദിച്ചപ്പോൾ അത് ആയിഷ എന്നാണ് പറഞ്ഞത്. പിന്നീട് പുരുഷന്മാരിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ അബൂഹ എന്നാണ് പറഞ്ഞത്, അബൂബക്കർ എന്ന് പറഞ്ഞില്ല. അവരുടെ ഉപ്പ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ആ ഹദീസിൽ നിന്നുള്ള മറ്റൊരു ഫായിദയാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ ചിന്തിക്കാൻ പറഞ്ഞ മറ്റൊരു കാര്യം, അവർ പറഞ്ഞ വാക്കാണ് വൽ ബുയൂതു യൗമഇദിൻ ലൈസ ഫിഹാ മസാബിഹ്. അന്നേ ദിവസം അവിടെ വെളിച്ചമൊന്നും ഇല്ലായിരുന്നില്ല. എന്നിട്ട് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തും ആ നാടും തന്നെ വളരെയധികം അങ്ങനെയുള്ളൊരു സാധാരണ നാടാണ്. ഖസീം എന്ന് നൈസ എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളൊരു നാടാണ്, വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു നാട് കൂടിയല്ല ഇന്നും. അത് 20-30 വർഷം മുമ്പാണ് അദ്ദേഹം ഈ ദർശനം എടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നമുക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ രാത്രി കുറച്ചു നേരം ഒന്ന് കറണ്ട് പോയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? നമുക്കൊക്കെ വലിയ പരാതിയായിരിക്കും. ഒരു 5 മിനിറ്റ് കറണ്ട് പോയാൽ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ഒരു രാത്രി കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്ര പ്രയാസമാണ് നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടെ കറണ്ട് തന്നെ ഇല്ല. ആ വെളിച്ചമില്ലാത്ത കാരണത്താലാണ് അള്ളാഹു താലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടമായ അവിടുത്തെ പത്നിമാർ, അവരൊക്കെ ഈ പ്രയാസത്തിലാണ് ആ വീട്ടിൽ ജീവിച്ചിരുന്നത് എന്നാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളത് തിരിച്ചറിയണം. അതുകൂടി ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം ഇതിനോടൊപ്പം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതോടുകൂടി ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അടുത്ത അധ്യായം ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇൽമ് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.